എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയിൽ അതിന് 4-5 ഫീച്ചേഴ്സാണുള്ളത്. നമ്മൾ ഉടമ്പടിയിലാണോ അല്ലയോ അത് ഇൻഡിക്കേറ്റർ എന്താ? അല്ലെങ്കിൽ നമ്മുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നെങ്ങനെ അറിയാൻ പറ്റും? അതിന് കുറഞ്ഞത് ഒരു 4 ഫീച്ചേഴ്സ് ഉണ്ടാകും. ഒന്ന്, നിങ്ങൾക്കൊരു സങ്കടം വരികയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലെവലുണ്ടാവും. ഒരു കമ്മ്യൂണിക്കേഷൻ വരും. സാന്ത്വനത്തിൻ്റെ, ദൈവജനത്തിൻ്റെ പ്രത്യേകതയാണ് സാന്ത്വനം. അപ്പോൾ സാന്ത്വനത്തിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും അരമണിക്കൂർ ബൈബിൾ വായിക്കണമെന്ന് പറയത്തില്ലേ? ഈ ആൾക്ക് സാന്ത്വനം കിട്ടുമ്പോൾ നമുക്കറിയാമല്ലോ, വേർഡ് ഓഫ് ഗോഡിലൂടെ മാത്രമേ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ സാധാരണ. അത് നിങ്ങൾക്ക് ആ ദൈവത്തിൻ്റെ സാന്ത്വനം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ വചനം അരമണിക്കൂർ വെച്ച് എല്ലാ ദിവസവും വായിക്കാൻ പറയണത്. ഇൻ കേസ് എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായി നിങ്ങൾ പെട്ടുപോയാൽ ദൈവത്തിൻ്റെ മനസ്സ് നിങ്ങളോട് പറയണത് വചനത്തിൻ്റെ മീഡിയ ഉപയോഗിച്ചിട്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് പറയണത് നിങ്ങൾ അരമണിക്കൂർ വചനം വായിക്കണം. ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് വായിക്കാം, അല്ല ആദ്യം മുതൽ അവസാനം വരെ വായിക്കണമെന്ന് നിർബന്ധമില്ല. തുറക്കുമ്പോൾ സങ്കീർത്തനമോ സുവിശേഷമോ എന്താണ് നിങ്ങൾക്ക് ദൈവം തരണത് അത് വായിക്കണം. വായിക്കുമ്പോൾ മനസ്സിലാകാതിരിക്കുന്ന ഒരു പ്രശ്നവും ഇല്ല. അത് ഈ കത്തോലിക്കർ മാത്രമേ പറയത്തുള്ളൂ മനസ്സിലാകണില്ലെന്ന്. ബാക്കി എല്ലാവരും പറയും പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടെന്ന് പറയും. അത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി എന്താ കാര്യമെന്ന്. ഇത് വായിക്കാൻ ഭയങ്കര പാടാണ്, മനസ്സിലാകുന്നില്ലെന്ന് കൂടുതൽ എന്നോട് പറഞ്ഞിരിക്കുന്നത് എല്ലാം കത്തോലിക്കരാണ്. പെട്ടെന്ന് മനസ്സിലാകുമെന്ന് പറയുന്നത് ഹൈന്ദവ സഹോദരങ്ങളാണ്. എന്താ കാര്യത്തിനാൽ ഇതിൻ്റെ മനസ്സിലാകേണ്ടതൊരു അഭിഷേക തലമുണ്ട്. അതിന് ഒരു അഭിഷേക തലമുണ്ട്. ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നാണ്. അതിന് ഉപയോഗിക്കുന്ന ലളിതമായ വാക്കുകളാണ് ബൈബിളിലുള്ളത്. ഞാൻ ഈ ദിവസം അനു വിജയൻ്റെ ഒരു സാക്ഷ്യം കേൾക്കിയിരുന്നു. അപ്പോൾ അനു വിജയനെ സംബന്ധിച്ചിടത്തോളം അവൾ പണയം വെച്ച് വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണമാല പണയം വെച്ച് ഉടമ്പടി എടുത്ത ആളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പം തന്നെ അതിൻ്റെ അകത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത ഇൻവെസ്റ്റ്മെൻറ്റായി. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലെവൽ സത്യസന്ധമായാൽ പെട്ടെന്ന് അടയാളങ്ങൾ സ്പീഡപ്പാകും. ദൈവത്തിന് ഒരു സംശയം തോന്നരുത്. ഓരോരുത്തരൊക്കെ ഉടമ്പടി എടുക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അതിൻ്റെ കുറവൊന്നും വേണ്ട, എന്താ നമുക്ക് ആലപ്പുഴ പോയേക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഉടമ്പടി എടുക്കുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ ദൈവത്തിന് അറിയാം അതൊരു ഫേക്ക് കേസാണ്. അവർക്ക് ഇതുകൊണ്ട് വലിയ അത്യാവശ്യമൊന്നുമില്ല, അവർക്ക് അത്ര ഉണ്ട് വലിയ ഇതിനകത്ത് ആശ്രയിക്കണമെന്നുമില്ല. ഇപ്പോൾ എല്ലാവരുമൊക്കെ എടുക്കുന്നുണ്ടല്ലോ, കൂട്ടുകാരും നാട്ടുകാരൊക്കെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് നമുക്കുണ്ടാവേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സാധാരണ ലെവലിലെടുക്കും. അപ്പോഴും നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ, എപ്പോഴും ഉടമ്പടി ശ്രദ്ധിക്കേണ്ടത് ഇത് എപ്പോഴും അച്ഛൻ പറഞ്ഞ ഒരേ വാക്കാണ്, ഇതൊരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. അത് ഉഭയകക്ഷി ആയിട്ടുള്ളൊരു ധാരണാപത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കക്ഷിയാണ് അവിടെ. പ്രാർത്ഥനയും നമ്മളൊരു കക്ഷിയല്ല. ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാം, അതിനകത്ത് കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല, നിബന്ധനകളൊന്നുമില്ല. ഉടമ്പടി വരുമ്പോൾ നമ്മളൊരു ഈക്വൽ പാർട്ട്ണറായിട്ട് വരും, ഒരു തുല്യ പങ്കാളിയായിട്ടാണ് വരുന്നത്. ഈ തുല്യ പങ്കാളി വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഉടമ്പടി വാഗ്ദാനങ്ങളുടെ അവകാശികളായിട്ട് വരും. അത് 1-2 വാഗ്ദാനമല്ല. ദൈവം ലോകം സൃഷ്ടിച്ച കാലം മുതൽ മനുഷ്യരാശിയുടെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിന് വേണ്ടി അതാത് കാലത്ത് കൊടുത്തിരിക്കുന്ന അപ്ഡേഷനോട് കൂടിയിട്ടുള്ള വാഗ്ദാനങ്ങൾക്ക് മുഴുവൻ നമ്മൾ അവകാശികളായിട്ട് വരികയാണ്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വി ആർ നോട്ട് ബോദർ അബൌട്ട് ഇറ്റ്. അറിയത്തില്ല നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിഷയം വന്ന് നമ്മൾ പ്രാർത്ഥിച്ചു, അത്രേ ഉള്ളൂ. അത് കിട്ടിയാൽ കിട്ടും, അല്ലെങ്കിൽ പോകാം. പക്ഷേ ഉടമ്പടി അത് പോകത്തില്ല, പോകേണ്ട കാര്യമില്ല. കാര്യം അത് ബൈലാറ്ററൽ എഗ്രിമെൻറ്റാണ്. പിന്നെ നമുക്ക് വരുന്ന ഒരു സീരിയസ്നെസ് എന്ന് പറയണത്,
നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ ആ നിബന്ധനകളെ കൃത്യമായിട്ട് പാലിച്ചെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ഉറപ്പ് വരുമ്പോൾ നമ്മുടെ ക്ലെയിം കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ക്ലെയിം. അതുകൊണ്ടാണ് ഞാൻ ഈ അച്ഛൻ പറഞ്ഞത് കണ്ണ് കാണാൻ പാലാത്തവരൊക്കെ ഒന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അവരാദ്യം കണ്ണ് കാണാൻ വേണ്ടി പ്രാർത്ഥിക്കും. ബൈബിൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വരും, ബൈബിൾ വായിച്ചാൽ ഇല്ല കണ്ണ് കാണാൻ പാടില്ല. ഞാൻ പറഞ്ഞ് വീട്ടിലിരിക്കാൻ പോയി വല്ല കാര്യമുണ്ടോ കെട്ടിയെടുത്തിട്ട് വരാൻ. അല്ല കണ്ണ് കാണാൻ പാടില്ലാത്തവരും ഉടമ്പടി എടുക്കുകയാണെങ്കിൽ മര്യാദക്ക് വീട്ടിൽ കണ്ണ് കാണാവുന്ന ആൾക്കാരെ കൊണ്ട് വചനം വായിച്ച് കേൾക്കണം, അല്ലാതെ അഭ്യാസം കാണിക്കരുത്. കണ്ണ് കാണാവുന്ന പേരക്കിടാക്കളില്ലേ, അവരെ കൊണ്ട് ബൈബിൾ വായിച്ച് അരമണിക്കൂർ കേൾക്കാമെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് ഇറങ്ങാവൂ. കാര്യം വെച്ചാൽ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ലെവൽ വരുമ്പോൾ ഉടമ്പടി ദൈവം ഏത് സമയത്ത് നമ്മളോട് സംസാരിക്കും. ആ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അടയാളങ്ങൾ കാണും, ചിലപ്പോൾ സ്വപ്നങ്ങൾ കാണും. ഇതൊന്നും ഒരു പുത്തരിയല്ല, ഒരു പഞ്ഞമുള്ള കാര്യമല്ല. ഉടമ്പടി കമ്മ്യൂണിക്കേഷൻ്റെ പദ്ധതിയാണ്. ദൈവം എങ്ങനെ കാണിക്കും? ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ്, കർത്താവിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മളെ ധരിപ്പിക്കുന്നതിനാണ് ദൈവം സ്വപ്നം ഉപയോഗിക്കും, ദർശനം ഉപയോഗിക്കും, അടയാളം ഉപയോഗിക്കും. പിന്നെ ഞാൻ കൂടെയുണ്ട്, നീ ഇപ്പം സങ്കടമാണെങ്കിലും അത് മാറിക്കൊള്ളും, നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ സ്വർഗീയ സുഗന്ധമായിട്ട് അനുഭവിക്കാൻ പറ്റും. ഇത് ഒരു ദിവസം ഒരു 5-10 സാക്ഷ്യം എടുത്ത് 5-ൻ്റെത്തും കമ്മ്യൂണിക്കേഷനുണ്ട്. ഇതിനൊന്നും ഒരു സീനിയോറിറ്റി ഒന്നും അല്ല പ്രശ്നം, ഫിഡലിറ്റിയാണ് പ്രശ്നം. ഇപ്പം ഞാൻ 85 കൊല്ലമായി കത്തോലിക്കനാണ്, അല്ലെങ്കിൽ ഞാൻ 65 കൊല്ലമായി കത്തോലിക്കനാണ്, ആ ശുശ്രൂഷയിൽ ചെയ്ത് നിലനിന്ന് പോവുകയാണ്. അതൊന്നും സീനിയോറിറ്റി അല്ല എൻ്റെ വിഷയം. ചിലപ്പോൾ ആദ്യമായിട്ടാണ് നീ ജന്മത്തിൽ ഉടമ്പടി എടുക്കുന്നത്. നീ വിശ്വസ്തതയാണ് പ്രശ്നം, ഫിഡലിറ്റിയാണ് എൻ്റെ അടുത്ത് പ്രശ്നം. അപ്പോൾ നീ വിശ്വസ്തയാണെങ്കിൽ ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് ഫയറാകും. അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയിലെ വിശ്വസ്തരായിരിക്കാൻ എന്നെ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ. അവിശ്വസ്തതയുടെ ഒരു ലാഞ്ചന പോലും നമ്മുടെ ഉടമ്പടി ബന്ധത്തിൽ ഉണ്ടാവാതിരിക്കാൻ എന്നെ പ്രത്യേകം സംരക്ഷിക്കണമേ. അങ്ങയുടെ നാമത്തെ ഓർത്ത് സംരക്ഷിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഈ അനുവിജയൻ ഈ ടൈം ഷോർട്ടണിങ്ങിൻ്റെ ഒരു നല്ല സാക്ഷ്യമാണ്. ഒരാൾക്കാർക്ക് ഉടമ്പടി എടുക്കുമ്പോൾ അവർ സിൻസിയർ, ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്, ആദ്യം പറഞ്ഞത് എന്താണ്, ഫിഡലിറ്റി. പിന്നെ വരുന്നത് സിൻസിയറിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് ഇത് ഫയറാക്കണത്. അല്ലാതെ നിങ്ങൾക്ക് ആർക്കും നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ചില ആൾക്കാർക്ക് വിചാരിക്കും നിലവിളിച്ച് ദൈവത്തെ പഠിപ്പിക്കാവുന്ന ഒരു കണിയും നടക്കത്തില്ല. നിങ്ങളുടെ നിലവിളി കുറേ ദൈവം കണ്ടിട്ടുള്ളതാണ്. കാര്യം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തോന്നിവാസം കാണിക്കണം, ദൈവം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ കണ്ണീര് കള്ളക്കണ്ണീരാണെന്നുള്ളത് കാര്യം. ഒരിക്കൽ കണ്ണീരിട്ട് കാര്യം സാധിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾ ദൈവത്തിനെതിരെ ജീവിക്കും. പിന്നെ കണ്ണീര് വരുമ്പോൾ ദൈവം പറയും ഇത് കള്ളക്കണ്ണീരാണ്, ഇപ്പോൾ കാര്യം കാണാൻ വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള അഭ്യാസമാണെന്ന് പറയും. പറഞ്ഞ മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ഒരിക്കൽ നിങ്ങൾ കണ്ണീരിട്ട് ദൈവത്തിലേക്കൊന്ന് കാര്യം സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആന കൂനെന്നൊക്കെ പറയും, ബൈബിളൊക്കെ ഉണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണേക്കെ. പക്ഷെ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ കാര്യം കണ്ടതിന് ശേഷം പിന്നെ നിങ്ങൾ ദൈവത്തെ മറക്കും, മറന്ന പോലെ ജീവിക്കും, അല്ലെങ്കിൽ മറന്ന പോലെ പെരുമാറും. മനുഷ്യത്വം പോലും ഇല്ലാത്ത, മര്യാദയില്ലാതെ പെരുമാറും, പ്രാർത്ഥന ഇല്ലാതെ ജീവിക്കും. പിന്നെ ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ കണ്ണീരിടും. അപ്പോൾ ദൈവം പറയുന്നത് കള്ളക്കണ്ണീരാണെന്ന് പറയും. അത് കള്ളക്കണ്ണീരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്.
നമ്മൾ ലോകത്ത് കള്ളക്കണ്ണീരെന്ന് പറയണത് അഭിനയിപ്പിച്ച് ഗ്ലിസറിനടിച്ച് കരയണനാണ് കള്ളക്കണ്ണീരെന്ന് പറയുന്നത്. കണ്ണീര് വരുന്നില്ല എങ്കിലും ഏങ്ങി നിലവിൽ ചില ആൾക്കാരുണ്ടല്ലോ, ചില അപ്പന്മാരൊക്കെ മരിക്കുമ്പോൾ ഞാനൊരു 1600 പണമെടുത്ത് മരിപ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചില പെമ്മക്കളെ കെട്ടിച്ച് വിട്ടവളെ ആ ഒരു പോക്കും പോയി കളയും. പിന്നെ അപ്പനെയും നോക്കത്തില്ല അമ്മനെയും നോക്കത്തില്ല. എന്നിട്ട് അവളൊക്കെ വല്ലപ്പോഴുമൊക്കെ അപ്പനൊക്കെ കിടപ്പായി കഴിയുമ്പോൾ ഒന്ന് ഇടയ്ക്കൊക്കെ വരും. വന്നിട്ട് എന്ത് ചെയ്യും, ചുറ്റും നടന്നുള്ള ബന്ധുക്കളെ മുഴുവൻ കാണും. ആദ്യം ആ ചെറിയ ബാഗും പിടിച്ചുകൊണ്ട് വാനിറ്റി ബാഗും പിടിച്ചു. ഇതിലെല്ലാം അയ്യോ അമ്മയുടെ കാര്യം കഷ്ടമാണ്, എന്ത് ചെയ്യാനാണ്, ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ ഇവിടെ കൊണ്ടുപോകത്തില്ലേ. ഇങ്ങനെ കുറേ കിളവൻ ഭർത്താവൊക്കെ പറയും, ഇവിടെ കൊണ്ടുപോകത്തില്ല, ചത്ത കൊണ്ടുപോകത്തില്ല, ഇവൾ കയറിയിട്ടില്ല. ഇപ്പം ചാകുമെന്ന് ഉറപ്പായപ്പോൾ ബന്ധുക്കളെല്ലാം ക്യാൻവാസ് ചെയ്യണവൾ. എന്താണ്, ഞാൻ വരുമ്പോൾ ഇനി അപ്പൻ്റെ അടുത്ത് പോയില്ലെങ്കിലും ബന്ധുക്കളടുത്ത് കൃത്യമായിട്ട് പോകും. അല്ലെങ്കിൽ വിളിച്ച് ബന്ധുക്കളോടൊക്കെ പറയും, ഓരോ കാര്യങ്ങൾ പറയും. അപ്പോഴങ്ങനെ വരുമ്പോൾ ബന്ധുക്കൾ ഓർക്കും ഇവരാണ് ഈ അപ്പനെ നോക്കണമെന്ന്, ഇവളാണ് ഈ അപ്പനെ നോക്കണമെന്ന് നോക്കും. എന്നിട്ട് മരിച്ചു കഴിയുമ്പോൾ ഒരു ഭയങ്കര കരച്ചിലുണ്ട്. കറുത്ത ഉടുപ്പൊക്കെ മേടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം മരിക്കാൻ വേണ്ടി, ആ സമയത്ത് ഇടാൻ വേണ്ടി. എന്നിട്ടൊരു വല്ലാത്ത കരച്ചിലുണ്ട്. അപ്പോൾ എനിക്കറിയാം, ഞാൻ ഇടവക വികാരി കാരണം ഇനി അപ്പനെ നോക്കി ആരാണ് അമ്മ നോക്കി ആരാണെന്നറിയാം. അപ്പോഴേ അവിടുത്തെ ആ മരുമകളായിരിക്കും അപ്പനെ നോക്കിയിരിക്കണം അവസാന കാലങ്ങളിൽ. അവളല്ല ഞാനാണ് നോക്കിയതെന്ന് പിണമെടുക്കാമെന്ന് ആൾക്കാർ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവൾ കിടന്ന് മോങ്ങണം ഇപ്പോൾ ഈ അഭ്യാസം കാണിക്കണത്. അമ്മയാണ് മരിച്ചു കിടക്കണമെന്നുണ്ടെങ്കിൽ ആ കമന്നടിച്ച് അമ്മയുടെ പിണത്തിൻ്റെ അടുത്ത് വീണച്ച് കമ്മലടിച്ചിട്ട് പോകും. എന്തെല്ലാം അഭ്യാസങ്ങളാണ്. എല്ലാ പെമ്മക്കളും ഇങ്ങനെ പറയുകയല്ല, ഇതിനാണ് കള്ളക്കണ്ണീരെന്ന് പറയണത്. പക്ഷേ ബൈബിളിൽ കള്ളക്കണ്ണീരെന്ന് പറഞ്ഞാൽ അതല്ല. ബൈബിളിൽ കള്ളക്കണ്ണീരെന്ന് പറയണത് എന്താണ്? അതായത് നമ്മളൊരിക്കൽ കരഞ്ഞ് ദൈവത്തിനടുക്കെന്ന് കാല് പിടിച്ച് കാര്യം കണ്ട്, എന്നിട്ട് നമ്മൾ തോന്നിയ മാസം ജീവിച്ച് ദൈവം ഇല്ലാത്ത പോലെ ജീവിച്ച്, പിന്നെ ഒരു ദിവസം ഒരു വിഷയം വരുമ്പോൾ പിന്നെ നമ്മൾ പഴയ ആ നമ്പർ എടുക്കും. അതിനാണ് കള്ളക്കണ്ണീരെന്ന് പറയുന്നത്. കാര്യം അപ്പോൾ ദൈവം പറയും, ദൈവം എപ്പോഴും ഇവിടെ നിങ്ങളെ എനിക്കറിയാമെന്ന് പറയും. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 5:42 എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. എനിക്ക് നിങ്ങളെ അറിയാം, പറഞ്ഞേ, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹമില്ല, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഇത് ഭയങ്കര ക്യാപിറ്റൽ വേർഡാണ്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഉടമ്പടിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട വചനമാണിത്. എന്താണ്? യോഹന്നാൻ 5:42. എന്താണ്? എനിക്ക് നിങ്ങളെ അറിയാം. അത് തന്നെ, ഓർഡർ തമ്മവ ആളറിയാം. അത്ര, എനിക്ക് നിങ്ങളെ അറിയാം എന്ന് വെച്ചാൽ നിങ്ങളെ പഴയ ചരിത്രം അറിയാമെന്ന് പറയണം. ഒന്നും മറക്കത്തില്ല, അല്ലേ കുഴപ്പം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും മറക്കത്തില്ല. നിങ്ങൾ മറന്നു പോകും. പക്ഷെ മറ്റത് അവിടെ ക്ലിയർ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക, രജിസ്റ്റേർഡാണ് സംഭവം. നിങ്ങൾ ഈ രജിസ്റ്റേർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ തലയിലെഴുത്തായിട്ട് മാറരുത്. നിങ്ങളുടെ തലയിലെഴുത്ത് നിങ്ങൾ തന്നെ തിരുത്താൻ നോക്കണം. കാര്യം നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള അഭ്യാസങ്ങളും ആ വ്യക്തികൾ തന്നെ ഇന്നും ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രോഡായിട്ട് രജിസ്റ്റേർഡാണ്. നിങ്ങളുടെ പേരടിക്കുമ്പോൾ തന്നെ ഫ്രോഡെന്ന് അടിച്ചു വരും, കള്ളത്തരമാണ് കയ്യിരിക്കണമെന്ന് വരൂ. അതുകൊണ്ടാണ് സത്യസന്ധത, ആത്മാർത്ഥത ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട വിഷയമായി മാറണത്. സത്യസന്ധത. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നിങ്ങളെ സത്യത്തിലേക്കാണ് ദൈവം വിളിക്കണത്. പിന്നെന്താണ്? ആത്മാർത്ഥതയിലേക്കാണ് വിളിക്കണത്. അതിന് ദൈവം പുതിയ മനുഷ്യൻ എന്ന് പറയും. പുതിയ മനുഷ്യൻ ബൈബിൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു സംജ്ഞയാണ് പുതിയ മനുഷ്യൻ. നിങ്ങൾ പറഞ്ഞില്ലേ ഈ വീട് ഇരുട്ടുകുത്തി കിടക്കുകയാണ്, ഇതിൻ്റെ കയറുമ്പോൾ തന്നെ നെഗറ്റീവ് പവറാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചുമ്മാ കള്ളത്തിലൊക്കെ പറയത്തില്ലേ. കുറേ ആൾക്കാരിങ്ങനെ അടിച്ച് തലക്കയറ്റിട്ടിരിക്കണേ, അവിടെ നെഗറ്റീവ് പവറാണ്. ഒരു മണ്ണാങ്കട്ടയില്ല. മര്യാദക്ക് നിങ്ങൾ സത്യസന്ധരായി കഴിഞ്ഞാൽ, ദൈവദൃശ്യ ആത്മാർത്ഥമായി കഴിഞ്ഞാൽ വെളിച്ചം എങ്ങനെ വരുമെന്നറിയാം. ഇപ്പം അനുവിജയം തന്നെ എന്താ പറയണത്? എൻ്റെ വീട്ടിൽ ഇരുട്ടായിരുന്നു, ഇപ്പോഴും കർത്താവിൻ്റെ വെളിച്ചം വീശെന്നാണ് പറഞ്ഞത്. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. വെളിപാട് 21:1
ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. കടലും അപ്രത്യക്ഷമായെന്ന് പറയുമ്പോഴേ ബൈബിളിൽ എപ്പോഴും ഈ കടല് സങ്കടങ്ങളുടെ ഒരു പ്രതീകമാണ്. ഈ സങ്കടങ്ങൾ അപ്രത്യക്ഷമാകുന്ന ഒരു സമയമുണ്ട്. ഒരു വ്യക്തി ദൈവസ്നേഹം നിറഞ്ഞ് ആ ദൈവസ്നേഹത്തിൽ ആന്തരിക അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നിലവിലുള്ള സങ്കടമായിട്ട് അനുഭവിക്കാത്തൊരവസ്ഥ വരും. ഇതിനാണ് പുതിയ ആകാശം എന്നൊക്കെ പറയണത്. നമ്മുടെ മുമ്പിലുള്ള അപ്പൻ രോഗിയായിട്ടായിരിക്കാം, ചിലപ്പോൾ രോഗം മാറി കാണത്തിലിരിക്കും, പക്ഷെ നമ്മൾ മാറി ആ രോഗത്തെ കാണാനുള്ള നിരാശ, സങ്കടം, അതുപോലെ തന്നെ ഡിപ്രഷൻ, ഇങ്ങനെ കുറേ സാധനങ്ങൾ മാറി പുതിയ ആകാശത്തിലേക്ക് വരികയാണ്. നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയോടുള്ള സ്നേഹത്താൽ അങ്ങയുടെ വചനം സത്യസന്ധമായി ആത്മാർത്ഥമായി പാലിക്കുന്നതിലൂടെ അങ്ങയോട് ചെയ്ത ഉടമ്പടിയിൽ വിശ്വസ്തയായി ജീവിക്കുന്നതിലൂടെ എനിക്ക് ദൈവസ്നേഹത്തിന്റെ ആന്തരിക അഭിഷേകം നൽകണമേ. ശ്രുതികട നമുക്ക്, അതായത് നിങ്ങൾ ഉടമ്പടിയുടെ ആന്തരിക അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ നഷ്ടപ്പെടുമ്പോൾ ഒരു പത്രം നിങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ മഴയാണ്, ഓട്ടോറിക്ഷക്കാരുടെ അടുത്താണ് പോയി പത്രം കൊടുക്കണമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പത്രം കൊണ്ട് ഇറങ്ങിയപ്പോൾ അപ്പൻ നിങ്ങൾക്കെതിരാണ്. അപ്പൻ എവിടെയെങ്കിലും പോട്ടെ, എന്നിട്ട് ഞാൻ പത്രം കൊണ്ട് ഇറങ്ങാം, അല്ലെങ്കിൽ അപ്പൻ ചുമ്മാ വേണമെങ്കിൽ എൻ്റെ തന്തയ്ക്ക് വിളിക്കും, പുള്ളിയെ തന്നെയാണ് വിളിക്കണമെങ്കിലും വെറുതെ എന്തിനാണ് തന്തയ്ക്ക് വിളിയാക്കണം, അപ്പനെ തന്നെയാണ് വിളിക്കണത് അപ്പൻ. പക്ഷേ എന്തിനാണ് രാവിലെ പുള്ളിക്ക് പണി ഉണ്ടാക്കുന്നത്? പുള്ളി പോട്ടെ പോയിട്ട് പത്രം കൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിക്കും. അപ്പോൾ പോകുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉൾക്കണ്ട, നിങ്ങളുടെ വികാരം എന്താണ് ഉള്ളിൽ? ഉൾക്കണ്ട, സങ്കടം വല്ലതും കാണുക, വല്ലതും പറയുക, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കൊടുത്ത് തീർത്താൽ മതിയായിരുന്നു ഈ സാധനത്തിന്. അപ്പോൾ നിങ്ങൾ കവനൻ്റിലായിട്ടില്ല. കവനൻ്റിലാകണമെങ്കിൽ സന്തോഷം ഫീൽ ചെയ്യും. നഷ്ടപ്പെടുന്ന എല്ലാത്തിനും രോഗികളെ കാണാൻ പോകുമ്പോൾ ഭയങ്കര ഭയങ്കര പ്രസരിപ്പായിരിക്കും. നിങ്ങൾ കവനൻ്റിലാണോ ഇല്ലേ എന്നുള്ള ഇൻഡിക്കേറ്ററാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് കവനൻസ്, അതായത് കവനൻ്റിലാണോ ഇല്ലയോ എന്നുള്ള സൂചന. അതിൽ ഒരു സാധനം ആന്തരിക സന്തോഷമാണ്. രോഗികളെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ രോഗികളുടെ അനാഥാലയത്തിൽ പോയി നഖം വെട്ടി കൊടുക്കുന്നു, ഉടുപ്പലക്കി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ത്രില്ലടിക്കും, നമുക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നും നമുക്ക്. അപ്പോൾ ആന്തരിക സന്തോഷം. അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ആത്മാവിൻ്റെ കൃപ കിട്ടി, നിങ്ങൾ കർത്താവിൻ്റെ ലൈനിൽ ഉടമ്പടിയിലാണ്. അതറിയണമെങ്കിലേ സുവിശേഷം 13:44 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആന്തരികമായ സന്തോഷം പാടുമ്പോഴും ഉണ്ടാകണം, നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. ദൈവത്തെ ആരാധിക്കുകയാണെന്ന് നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആന്തരികമായ ഒരു സന്തോഷം ഉണ്ടാകട്ടെ. ഇത് ഇവിടെ 13:44. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. ഇത് ഒരു പ്രധാനപ്പെട്ട വചനമാണ്, ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് കണക്റ്റഡാണ്. അത് എന്നുവെച്ചാൽ ഇത് മത്തായിയുടെ സുവിശേഷമാണ് 13:44. അല്ല, ദൈവരാജ്യം നിങ്ങൾക്കറിയാമല്ലോ. ഈ ഉടമ്പടിയുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ദൈവരാജ്യമാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവഭരണം, റെയിൻ ഓഫ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ദൈവഭരണം ഉറപ്പ് വരുത്തിയാൽ ഉടമ്പടി എണ്ണയിട്ട യന്ത്രം പോലെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്യും. ഉടമ്പടി ഉറപ്പ് വരുത്തിയിട്ട് ദൈവരാജ്യത്തേക്കാൾ പോണതിനേക്കാൾ നല്ലത് ദൈവരാജ്യം ഉറപ്പ് വരുത്തിയിട്ട് ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യാനാണ്. അപ്പോൾ ദൈവരാജ്യം എന്താണ് ഒരു വിഷയം. ഇപ്പം ഇന്നലെ ഒരു കേസ് ഞാനെടുത്ത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് വഴക്കിട്ട് പോയിരിക്കുകയാണ്.
അപ്പോൾ അവർ ഒന്നിച്ച് ജീവിക്കണമെന്നാണ് പുള്ളി എൻ്റെ അടുത്ത് എഴുതി തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അത് വെച്ചിട്ട് തിരിച്ചു വന്ന ആളോട് ചോദിച്ച്, നിങ്ങൾ പോയി വിളിക്കുമോന്ന്. വിളിക്കത്തില്ല. അത് എന്ത് മാതാവിനെ കൊണ്ട് വിളിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന പാപ്പടമ്പോൾ വിളിക്കത്തില്ല. പുള്ളിക്കാർ ഈഗുണ്ട്. അത് ലോകരാജ്യം എന്ന് പറയും. എന്നുവെച്ചാൽ അയാളുടെ അധികാരം. കാര്യം ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നാൽ അവിടെ അമ്മായിയമ്മ ഇരിപ്പുണ്ട്. അവിടെ എന്താണ്, അങ്ങനെ വരട്ടെ, അവസാനം പട്ടി വന്ന പോലെ നീ വന്നില്ല, നിന്നെ വരത്താൻ എനിക്കറിയാവുന്ന അമ്മായിയമ്മ അവിടെ ഇത് പറയും. അപ്പോൾ അവരെ ചവിട്ടിക്കിറാൻ വേണ്ടി ഇവർക്ക് ഇയാൾക്ക് തോന്നും. അതുകൊണ്ട് ആ അഭ്യാസത്തിൽ ഞാനില്ല. അവൾ വരണേ വന്നിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാണ്. ഇവിടെ ദൈവരാജ്യം ഇല്ല. മനസ്സിലായില്ലേ? ദൈവരാജ്യം എന്ന് പറയണത് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി, സ്വന്തം ദൈവഭരണത്തിന് വേണ്ടി സ്വന്തമായിട്ട് അടിയുറ വെക്കണം. അവിടെ അഹങ്കാരമില്ല, ക്ഷമയുണ്ട്. ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടൻറ്റ് വൈസ് ക്ഷമ എന്താ? മഹാത്മാഗാന്ധിയുടെ ക്ഷമയല്ലേ ബൈബിളിലെ ക്ഷമ? കണ്ടൻറ്റ് വൈസ് ഒരു ക്ഷമ എന്ന് പറയുന്നത് കണ്ടൻറ്റ് വൈസിൽ അതിൻ്റെ അകത്ത് ചേരുവകയിൽ ക്ഷമയെന്ന് പറയുന്നത് എന്താണ്? സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത്. മനസ്സിലായ? ഞാൻ മണ്ണോളം ക്ഷമിച്ചെന്നൊക്കെ പറഞ്ഞല്ല പ്രശ്നം. സഹിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാണ്? കുരിശിലെ കർത്താവിനുള്ളതാണ് സഹിക്കുന്ന സ്നേഹം. ഈ സഹനം മുഴുവനും എന്തിനു വേണ്ടിയാണ്? നമ്മളുള്ള സ്നേഹത്തെ പ്രതിയാണ്. അപ്പോൾ സഹനം ഫീൽ ചെയ്യുന്നില്ല. ആളിൻ്റെ ഉള്ളിൽ സന്തോഷമാണ് ഉള്ളത്. നമ്മളാണ് ദുഃഖമാണെന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി വെറുതെ കണ്ണിലാർത്തുന്നത്. ആളിൻ്റെ ഉള്ളിൽ ആ സമയത്ത് അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. ആരാണ്? പിതാവായ ദൈവം പറഞ്ഞ് അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതാണ്, ഈ ക്ലേശത്തിന്റെ ഒരു ഭാഗം നമുക്കുണ്ടാകുന്ന ക്ലേശം എല്ലാം അങ്ങനെയല്ല, ഒരു ഭാഗം ദൈവദത്തമാണ് അതിൻ്റെ ഇത് വരുന്നത്. അതിന് ദൈവികമായ ലക്ഷ്യങ്ങളുണ്ടാവും. നമ്മളൊന്ന് മാറ്റി മറിച്ച് ദൈവ പൈതലായി എടുക്കാൻ വേണ്ടിയുള്ള ഒരു മോൾഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ചില സമയത്ത് ചില ഗിവൺ ആയിട്ടുള്ള ചില നമുക്ക് നൽകിയിട്ടുള്ള ചില തനത് ക്ലേശങ്ങളുണ്ടാകും. പറഞ്ഞോളൂ. പാപപരിഹാര ബലിയായി പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ, അതായത് നമ്മളെയൊക്കെ ഓർത്തിട്ട് അവൻ്റെ സന്തതി പരമ്പരയാണ് ഈ കാലഘട്ടം 2000 കൊല്ലമായിട്ട് അവൻ്റെ രക്തത്തിൽ ജനിച്ചിട്ടുള്ള അവന് നാഥനും രക്ഷകനും ഏറ്റു പറഞ്ഞിട്ട് നിത്യതയ്ക്ക് വേണ്ടി അവൻ നേടിയെടുത്ത നിത്യതയ്ക്ക് അവകാശം ലഭിച്ച ദൈവ പൈതലേ, അതാണ് സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. അപ്പം അവൻ പ്രത്യാശ അർപ്പിക്കുകയും അവൻ്റെ വേദനയിൽ അവൻ ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യണം. ചില ദീർഘായുസ് എന്ന് വെച്ചാൽ അവൻ്റെ ദീർഘായുസത്ത് ആയുസിൻ്റെ ദീർഘം എന്ന് വെച്ചാൽ ഉയർപ്പാണ് ഉദ്ദേശിക്കുന്നത്. അവൻ പീഡാനുഭവത്തിൻ്റെ സമയത്ത് തന്നെ തിരുവുദ്ധാനത്തിൻ്റെ ആന്തരിക സന്തോഷം അനുഭവിച്ചവനാണ് ക്രിസ്തു. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, ഈ ഐസയ 53:10 മറന്നു പോകരുത്. അതായത് നമ്മുടെ ക്ലേശങ്ങളിൽ തന്നെ, ഓരോ ക്ലേശങ്ങളും തന്നെ നമ്മുടെ തിരുവുദ്ധാനത്തിൻ്റെ വിത്തുകൾ ഉൾപ്പെട്ടിട്ടുണ്ടത്. പക്ഷെ നിങ്ങൾ ക്ലേശങ്ങളെ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ദൈവസ്നേഹത്തോടെയാണ് ക്ലേശങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ആ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഈ 13:44 എന്താണ് 13:44 എന്താ പറയണത്? നിങ്ങൾ ദൈവരാജ്യം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? ദൈവരാജ്യം എന്ന് പറഞ്ഞത് ക്രിസ്തുവാണേ. അതായത് നമ്മുടെ ജീവിതം ഇപ്പം തന്നെ ഈ മനുഷ്യൻ കർത്താവിൻ്റെ നാമത്തെ പ്രതി ഞാൻ പോയി ജീവിത പങ്കായി വിളിച്ചുകൊണ്ട് വരും. അമ്മായിയമ്മെന്ന് പറഞ്ഞാലും നാളെ ഞാൻ വിളിച്ചുകൊണ്ട് വന്ന കാരണം ഭാര്യ ചില മുഷ്കത്തടമൊക്കെ വീട്ടിൽ കാണിക്കുക. ചില പെണ്ണുങ്ങളെ നിങ്ങളൊന്നും അല്ല കേട്ടോ, നിങ്ങൾക്ക് എന്നെ കണ്ണു പിടിച്ച് നോക്കേണ്ട കാര്യമില്ല. ചില പെണ്ണുങ്ങളെ നമ്മൾ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവൾ വന്നാൽ പിന്നെ നമ്മുടെ തലയിൽ കയറിയിരിക്കും. അത് ഇയാൾക്കറിയാം, ചില പെണ്ണുങ്ങളുടെ സ്വഭാവമാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അവൾ ഞാനേ വരട്ടെ, ഞാൻ സ്വീകരിച്ചോളാം, അപ്പോൾ അടങ്ങി ഒതുങ്ങി വീട്ടിൽ കഴിയുമല്ല എന്നാണ് ഇയാൾ പറയണത്. പക്ഷേ അതിനകത്ത് ദൈവരാജ്യമില്ല. ദൈവരാജ്യം എന്താണ്?
ഇവളോ ഇവളുടെ അമ്മയോ ഇവൻ്റെ ജീവിതമോ ഇവളല്ല എൻ്റെ കക്ഷി ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ പ്രതി ഞാൻ പോകും. നാണം കെട്ടാലും ആക്ഷേപം സഹിച്ചാലും അത് ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ കൂടെ വെക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം ഞാൻ അവകാശിയാക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അപ്പോൾ നമ്മൾ ഉടമ്പടിയിലായോ എന്നറിയാനുള്ള ഇൻഡിക്കേറ്ററാണ്. ഇപ്പോൾ കറണ്ട് ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി ഒരു ഇൻഡിക്കേറ്റർ ലാമ്പ് ഉണ്ടാവും അല്ലേ? അത് നമ്മൾ രാത്രിയിലും ആ ഇൻഡിക്കേറ്റർ ലാമ്പ് അവിടെ കിടക്കും. അപ്പോൾ അതിൽ കറണ്ട് ഇല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ലാമ്പ് കെട്ടുപോകും. നമ്മൾ ഉടമ്പടിയിലാണോ എന്നറിയാനുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ഈ ആന്തരിക സന്തോഷം. മനസ്സിലായില്ലേ? രോഗികളെ കാണാൻ പോകുമ്പോഴും നമുക്കുള്ളിൽ സന്തോഷം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ഓർക്കുക, ഈ 13-44 വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. അത് ഇൻഡിക്കേറ്ററാണ്. നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോൾ ഉള്ളിൽ സന്തോഷം തോന്നുന്നുണ്ടോ? നിങ്ങൾ ഉടമ്പടിയിലാണ്. നിങ്ങൾക്ക് ഉടമ്പടി രോഗികളെ പത്രം കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടോ? കർത്താവിൻ്റെ നാമത്തെ എല്ലാവരും അറിയിക്കാൻ വേണ്ടി ദൈവം എന്നെ അപ്പോസ്തലന്മാരുടെ സ്ഥാനത്ത് തിരഞ്ഞെടുത്തല്ലോ കർത്താവേ, എൻ്റെ ആയുസ്സിൽ ഒത്തിരി സ്ഥലത്ത് അവസാനം വരെ നിന്നെ അറിയിക്കാൻ ഇതുപോലെ എന്നെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന 10,000 ആൾക്കാർ ഉടമ്പടിയിലുണ്ട്. പക്ഷേ ചില ആൾക്കാർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കക്കാൻ പോണ പോലെ പത്രം കൊടുക്കാൻ പോണത്. അങ്ങനെ അവർ അവർ കാണും, അവർ പറയുമോ എന്ത് ദൈവമേ. അപ്പോൾ ഇങ്ങനെ ചങ്കിടിച്ചും ചുണ്ട് പറച്ചുമൊക്കെ പോകും. അപ്പോൾ നിങ്ങൾ യു ആർ നോട്ട് ഇൻ കവനൻറ്റ്, നിങ്ങൾ ഉടമ്പടിയിലല്ല, ആന്തരിക സന്തോഷമില്ല, നിങ്ങൾക്ക് ഭാരമാണ്. ആന്തരിക സന്തോഷം വേണമെങ്കിൽ യു മസ്റ്റ് ലവ് ഓഫ് ഗോഡ്. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ദൈവസ്നേഹം വർദ്ധിക്കുക. പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയണത്. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്താലും ദൈവസ്നേഹം വർദ്ധിപ്പിക്കണം. ദൈവസ്നേഹം വർദ്ധിപ്പിക്കാനുള്ള എളുപ്പ വഴിയുണ്ട്. എന്ത് ചെയ്യണത്? ചെയ്യണ കാര്യങ്ങളെല്ലാം അവൻ്റെ നാമത്തിൽ ചെയ്യണം. 10:42 എടുത്ത് മത്തായി സുവിശേഷം. മത്തായി 10:42. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് മത്തായി ശ്ലീഹയുടെ സുവിശേഷമാണ്. ഇത് ലൂക്കിൻ്റെ ഒക്കെ പോകുമ്പോൾ കൃത്യമായിട്ട് പറയും, എൻ്റെ നാമത്തിലെന്ന് പറയും. ഈ ചെറിയൊരുവന് എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പത്രം വെള്ളം കൊടുക്കണവന് പ്രതിഫലം ലഭിക്കും. എന്താണ് ആ പ്രതിഫലം? ആ പ്രതിഫലം ദൈവസ്നേഹം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ച് നോക്കിയാൽ മനസ്സാകും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് ആ നാമത്തിൽ ആണ് ചെയ്യണതെങ്കിൽ എന്നിട്ട് ദൈവസ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാഴ്ചവെക്കണം. നിങ്ങൾ ചെയ്യണ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യും. നിങ്ങൾ ചെയ്യണ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണ, ഇപ്പം നിങ്ങൾ ആശുപത്രിയിൽ പോണവരുണ്ട്. ഇപ്പം തന്നെ ഈ അനൂപ് വിജയൻ്റെ അടുത്ത് അനൂപ് വിജയൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അയൽവാസി ഒരാൾ വീട്ടിൽ വന്ന്, അപ്പോൾ അനൂപ് വിജയൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ആശുപത്രിയിൽ പോകണം, പക്ഷെ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പോകാതിരിക്കണത് എന്ന് പറയും. അപ്പോൾ അനൂപ് വിജയൻ അത് കേൾക്കും. കേട്ട് അവളുടെ മാല പണയം വെച്ച കാശ് കുറേ കൊണ്ടുവന്ന് ഇയാൾക്ക് കൊടുക്കും. ചേട്ടായി ആശുപത്രി പോകും എന്ന് പറയും. അവളെന്താ ചെയ്യണത്? അത് ക്രിസ്തുവിനുള്ള സ്നേഹത്തെപ്പെടുത്തി അവൾ ചെയ്യണത്. ക്രിസ്തുവിനുള്ള സ്നേഹത്തെപ്പെടുത്തിയാണ് ചെയ്യണത്. കാര്യം വെച്ചാൽ ഈ ചെയ്യുമ്പോൾ ചെയ്യണ കാര്യങ്ങൾ ദൈവസ്നേഹത്തോട് ചെയ്യണം. അനുവിജയൻ്റെ വിഷയം അതല്ല. അവളുടെ വിഷയം PSCക്ക് എഴുതിയിട്ടുണ്ട്. അവളുടെ ഏജ് ഓവറാകാൻ പോണേ. അവളേക്കാൾ എഴുതിയിരിക്കുന്ന ആൾക്കാരെല്ലാം ഹൈ റാങ്ക് ഉള്ളവരും അവരെക്കാൾ മെച്ചമായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവൾക്കിത് മാത്രമേ ആശ്രയിക്കാനുള്ളൂ. വേറെ ഒരു ഗതി പിടിക്കാൻ വേറൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഒരു ലിവിങ് ഓൺ ദി എഡ്ജ് എന്ന് പറയുന്ന പോലുള്ള ഒരു അറ്റത്ത് ജീവിക്കുന്ന ആളാണ്, വിധിയുടെ അറ്റത്ത് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രാധാന്യം എന്താണ്? ഇയാൾക്ക് ഈ പണം കൊടുക്കുമ്പോഴും ദൈവമേ എങ്ങനെയെങ്കിലും എൻ്റെ PSCക്ക് ഒന്ന് കരകയറ്റണം എന്നാണ് അവൾ പറയേണ്ടത്. പക്ഷെ അവളതല്ല പറയണത്, എന്നാൽ ദൈവസ്നേഹം നിറയ്ക്കണമേ. ഇതാണ് വിഷയം. ഈ കളികൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി ലാഗ് ചെയ്യും. നിങ്ങളിപ്പോൾ പരീക്ഷ പ്രവർത്തനം ചെയ്യണില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല, നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ പറയും ഇതെങ്ങനെയെങ്കിലും എന്ത് ചെയ്താലും എന്ത് തൊന്തരവ് ചെയ്താലും കുഴപ്പമില്ല, PR എൻ്റെ മകൾക്ക് PR കിട്ടിയാൽ മതി. ഇങ്ങനെ കുറേ പെരിച്ചാഴികളുണ്ട്. മിക്കവാറും ആളേന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി മാത്രം ദൈവത്തെ ദുർവിനിയോഗിക്കുകയാണ്. ദൈവത്തിന് ഇവിടെ വലിയ ചാൻസൊന്നുമില്ല.
അപ്പോൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിൻ്റെ മുമ്പിൽ തൂക്കാൻ നിന്ന് കൊടുക്കരുത്. കാര്യം ഞാൻ നിന്നെ തൂക്കി നോക്കി, മേനെ മേനെ തെക്കൽ ബാർസൻ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ദാനിയേൽ 5. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ. ദാനിയേൽ 5:25 മുതൽ 27 വരെ. ദാനിയേൽ 5:25. വായിച്ചോളൂ. ആ ലിഖിതം ഇതാണ്: മേനെ മേനെ തെക്കേൽ പാർസീൻ. ഇതാണ് അർത്ഥം: മേനെ, ദൈവം നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. തെക്കേൽ, നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പ്രശ്നമാണ്. ദൈവം ഒരാളെ തൂക്കുമ്പോൾ കുറവുള്ളവനായി കാണപ്പെടരുത്. പിന്നെ എന്ത് ചെയ്യണം? തൂക്കമുള്ള ദൈവത്തിരുസന്നിധി തൂക്കമുള്ള അളവിടും തൂക്കമുള്ള ആൾക്കാരായിരിക്കണം. അളവും തൂക്കമുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തിന് വേണ്ടിയാണ് ഈ വിഷയങ്ങൾ ചെയ്യേണ്ടത്, ദൈവസ്നേഹത്തെ പ്രതി. അല്ലാതെ നിങ്ങൾ സ്വന്തം വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവം തൂക്കി നോക്കുമ്പോൾ ഇത് ചുമ്മാ വയറ്റിപ്പഴപ്പിന് വേണ്ടി നടക്കുകയാണ്. അതിപ്പോൾ ഇവിടെ ആയിരുന്നു, ഇവിടെ നരകത്തിലാണ്. അതിനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നരകത്തിൽ പോയിക്കൊള്ളൊരു പ്രശ്നമില്ല. അവർക്ക് കാര്യം കണ്ടാൽ മതി. ഇതൊക്കെ ദൈവത്തെ അറിയാം. ഇവിടെ ഇപ്പോൾ ഉടമ്പടിയെങ്കിൽ ഉടമ്പടി. ഇതിപ്പം നരകത്തിലാണ്, പിശാചാണ് ഈ സാധനം കൊടുക്കണമെന്ന് വിചാരിച്ചോ, PR ഈ ഇതിട്ട് അങ്ങോട്ട് പോയിക്കൊള്ളൂ, ഒരു പ്രശ്നമൊന്നുമില്ല. ആ വയറ്റിപ്പഴപ്പുകാരെപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും, ദൈവത്തിനെയും അവർ മാറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വിഷയത്തിനാണ് നിങ്ങൾക്ക് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാരം കുറഞ്ഞ പറഞ്ഞ പോലെ ഞാൻ നിന്നെ തൂക്കി നോക്കി, എന്തു പറ്റി? നീ ഭാരം കുറഞ്ഞവനായിട്ട് കാണപ്പെട്ടു. അതുകൊണ്ട് എന്താണ്? മേനെ തെക്കൽ വാർസിൻ, ഞാൻ നിൻ്റെ നാളുകൾ എണ്ണിയിരിക്കണമെന്ന്. പണിയല്ലേ, വെറുതെ വന്ന് പണി മേടിക്കേണ്ട വല്ല കാര്യമുണ്ട്? നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെയാണ് ജീവിതത്തെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നതാണ്. അതായത് നീ ദൈവത്തിൽ നിന്ന് തെറിച്ചു പോകാനുള്ള സമയമായെന്ന്. കാര്യം ദൈവം കുറേ കഴിഞ്ഞാൽ പിന്നെ നിന്നെ അക്കോമഡേറ്റ് ചെയ്യത്തില്ല. കാര്യം എന്താ? ജഡിക വാസനയുള്ള ലോകസന്തതിയാണ്. ഇതിനെയും ചുവന്നുണ്ടെന്നിട്ട് ഒരു കഥയും ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് നിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു ദൈവത്തിൽ നിന്ന് പോകാനുള്ള. അപ്പോൾ എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ നിൽക്കുമ്പോൾ വളരെ ആധ്യാത്മികമായ ബുദ്ധി ഉപയോഗിക്കണം. എന്താണ്? ദൈവത്തിൻ്റെ ആ ഒരു ദൈവമേഖലയിൽ നിന്ന് മാറാതിരിക്കാൻ വേണ്ടി ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം പ്രാർത്ഥനയുടെ എല്ലാ കാര്യങ്ങളും. അല്ല നിങ്ങളെ മക്കൾ, എൻ്റെ മക്കളുടെ വിസ, എൻ്റെ മക്കളുടെ PR, എൻ്റെ സ്ഥലം വിൽക്കണം, എൻ്റെ ജപ്തി മാറണം, ആ വിഷയം സെക്കൻഡറിയാക്കി കൊണ്ടുവരണം. ഫസ്റ്റ് വിഷയം എന്താണ്? നിങ്ങൾ ദൈവസ്നേഹത്തിൽ വളർന്നിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി മാത്രം ആംബിയർ ആർജിക്കുന്നത് ഫസ്റ്റ് ആദ്യ തലത്തിൽ വരണം. പ്രാർത്ഥിക്കുക, കർത്താവേ ഞാനും അങ്ങും തമ്മിലുള്ള ബന്ധത്തില് സത്യസന്ധതയും വിശ്വസ്തതയും നിറവേറ്റിക്കൊണ്ട് ദൈവസ്നേഹത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർത്താവേ ആധ്യാത്മിക നിലവാരത്തെ അങ്ങ് ഉയർത്തണമേ. ശ്രുതികടെ അപ്പോൾ ബൈബിൾ വളരെ ശ്രദ്ധയോടെ പറയുന്ന വിഷയമാണ് യോഗ്യത, അർഹത. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഇതിൻ്റെ അർഹതയും യോഗ്യതയും ഉടമ്പടി ഒത്തിരിയേറെ ഉപവിപ്രവർത്തനങ്ങളുണ്ട്, ഒത്തിരിയേറെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട്. എന്തിനാ കാര്യം? അതിൻ്റെ ഉദ്ദേശം എന്താ? നിങ്ങൾ ചില ആൾക്കാർ ഈ പ്രത്യേകിച്ച് 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ഇതിപ്പോൾ അവരുടെ ഒന്നും ചെയ്യത്തില്ല. അവരെന്ത് ചെയ്യും? പ്രത്യക്ഷയുടെ പ്രാർത്ഥന 53 പ്രാവശ്യം ചെല്ലും, ഒരു പണിയും നടക്കത്തില്ല. അഭ്യാസമൊന്നും കാണിക്കരുത്, കാലപ്പടി നിലത്തിലടിക്കുന്ന അഭിപ്രായം. കാര്യം അങ്ങനെയുള്ള ഇത് അവൻ പറയണ പോലെ ചെല്ലുകയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്, ചെയ്യണ പദ്ധതിയാണ്. ഇതിൻ്റെ അകത്തെന്ന് പറയണത് നമ്മൾക്ക് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനൊന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് 53 പ്രാവശ്യം പ്രത്യക്ഷ പ്രാർത്ഥന അല്ലെങ്കിൽ ഏതായാലും മൂലക്കുത്തി ഇരുന്നാൽ പോരെ, ചുമ്മാ ചെല്ലി വിട്ടാൽ മതി, പണി കൊണ്ടാ. വീട്ടിലെ പണി പോലും ചെയ്യേണ്ട ആവശ്യമില്ല. വീട്ടിലെ പണി പോലും ഞാൻ ഇവിടെ പ്രാർത്ഥിക്കണമെന്ന് പറയും,
അത്രേ ഉള്ളൂ. അപ്പോൾ ജീവിതത്തിൽ നിന്നും വീട്ടിൽ നിന്നും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ചില ആൾക്കാർ പ്രാർത്ഥനയുടെ പുതപ്പിൻ്റെ അകത്ത് കയറിയിരിക്കും. ഈ അഭ്യാസമൊന്നും ദൈവത്തിൻ്റെ അടുത്ത് ഈ ഉടമ്പടി നടക്കത്തില്ല. നിങ്ങൾ പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടി കാര്യമൊന്നുമില്ല. മര്യാദയ്ക്ക് അവിടെ എന്താ പറഞ്ഞിരിക്കണം നോക്കണം. അവൻ പറയണ പോലെ ചെയ്യുക. അത് ദൈവസ്നേഹത്തോടെ ചെയ്യണം. അല്ല ആക്കാനും വേണ്ടി ഒക്കെ അയക്കണ പോലെ ചെയ്ത് ഒപ്പിക്കരുത്. ദൈവസ്നേഹത്തോടെ അവൻ പറയണ പോലെ ചെയ്യണം. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ എന്താ സംഭവം? എന്തിനാണ് ഇതൊക്കെ വെച്ചിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇപ്പോൾ ഉടമ്പടിയിലാണോ നിങ്ങൾ, അതിന് ഇൻഡിക്കേറ്ററുണ്ട്. അത് ഒരു ഇൻഡിക്കേറ്റർ ആന്തരിക സന്തോഷമാണ്. എല്ലാം ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലാണ്. അതുപോലെ തന്നെ ഈ വിഷയങ്ങളൊക്കെ ഉടമ്പടിയുടെ എപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള സ്വതസിദ്ധമായ മെരിറ്റ് കീപ്പ് ചെയ്യണം. കാര്യം നിങ്ങൾ കോമ്പറ്റൻ്റ് അതോറിറ്റി ആണോ ദൈവമായിട്ട്? നിങ്ങൾ ആരുമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കണത്? നിങ്ങളെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ടൊന്നും അല്ല ഉടമ്പടി ചെയ്തിരിക്കണത്. ആരുമായിട്ടാണ്? നിങ്ങൾ ആ ഇക്വാലൻ്റ് പാർട്ട്ണർ അല്ല. ബേസിക്കായിട്ട് നിങ്ങളും ദൈവവും തമ്മിൽ ഉടമ്പടി ചെയ്യാൻ ഇക്വാലൻ്റ് പാർട്ട്ണർ, ഒരു തുല്യ പങ്കാളിയല്ല. ആണോ? ദൈവം നമുക്ക് ഉടമ്പടി ചെയ്യാൻ തുല്യ പങ്കാളിയല്ല. പിന്നെ തുല്യ പങ്കാളി അല്ലാത്ത ഒരാളുമായിട്ട് ഗതികെട്ടൊരു മനുഷ്യൻ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിൻ്റെ തുല്യ പങ്കാളിയാകാൻ വേണ്ടിയുള്ള പ്രൊവിഷൻസ് ഉണ്ട് ബൈബിളിൽ. അത് നമ്മൾ ഉപയോഗിക്കണം. അതിനാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം തന്നിരിക്കണം നിങ്ങൾക്ക്. ബൈബിൾ അംഗീകരിച്ചിട്ടുള്ളതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല അച്ഛൻ്റെ തലേക്കാരുടെ സാധനം ചെയ്യാൻ പറ്റത്തില്ല. ബൈബിൾ ഒരു ഉടമ്പടിയുടെ തുല്യ പങ്കാളിയാകാൻ ബൈബിൾ നിശ്ചയിച്ചിട്ടുള്ള അർഹതാ പ്രവർത്തനങ്ങളുണ്ട്. ആ അർഹതാ പ്രവർത്തനങ്ങളിൽ ഒന്നെന്താണ്? പ്രേക്ഷിത പ്രവർത്തനമാണ്. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക. അതെങ്ങനെ അറിയിച്ചാൽ പോരാ, സന്തോഷത്തോടെ അറിയിക്കണം. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് ക്രിസ്തുവിനെ സഹിക്കുന്ന ആൾക്കാരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവരെ ക്രിസ്തുവിൻ്റെ നാമത്തെ പരിചരിക്കണം. ഉപവിപ്രവർത്തനം വരുന്നത് അങ്ങനെയാണ്. ഈ രണ്ട് സംഭവങ്ങളാണ് രണ്ട് ചിറകായിട്ട് വരണത്. ഇതിൻ്റെ ചിറകാണ് ടൈം ഷോട്ട് ചെയ്യണത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യണത് ഇത് പദ്ധതി പ്രാർത്ഥനയാണ്. ഇപ്പോൾ പദ്ധതി പ്രാർത്ഥനയാകുമ്പോൾ അതിൻ്റെ മിനിമം ഇതാണ് ഇതിൻ്റെ അർഹത എന്ന് പറയുന്നത്. അർഹത യോഗ്യത എന്നൊക്കെ പറയും. ഇപ്പം നോട്ട് ബൈ മെറിറ്റിൽ ഉടമ്പടി വർക്ക് ചെയ്യും. പക്ഷേ ഉടമ്പടി എടുക്കാൻ നിങ്ങൾക്കത് യോഗ്യത വേണം. കാര്യം നോട്ട് ബൈ മെറിറ്റിൽ ഉടമ്പടി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഇപ്പോൾ നോട്ട് ബൈ മെറിറ്റ് നിങ്ങളുടെ മെറിറ്റ് അല്ലാതെ ഉടമ്പടി വർക്ക് ചെയ്യും. ഇപ്പോൾ ക്യാൻസർ 4th സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം വായിച്ചു. അതെന്ന് അവർ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പ്രഗ്നൻ്റ് അല്ല, 9 കൊല്ലമായിട്ട് മക്കളില്ല. ഡോക്ടറുടെ അടുത്ത് ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രഗ്നൻ്റ് അല്ല. അവർ പുറത്തിറങ്ങി മടുത്തു. ഇനി ഒരു ഡോക്ടറും അടുത്തും പോണില്ല, ഒരു ആശുപത്രിയിലും പോണില്ല, ഞങ്ങൾ നിർത്തി എന്ന് പറഞ്ഞിട്ട് അവർ തീരുമാനമെടുക്കും. മാതാവിൻ്റെ അടുത്ത് ചെന്ന് അമ്മ കുഞ്ഞിനെ തരുമെങ്കിൽ മേടിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ട് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർ കൃപാസനത്തിൽ വന്നിട്ടില്ല. എടുക്കാൻ തീരുമാനിച്ചതേ ഉള്ളൂ. അതുക്കുമ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞുങ്ങളില്ല. അച്ഛൻ ഇന്ന് ഞായറാഴ്ച കുർബാനക്കത് പറഞ്ഞായിരുന്നു. എന്താ സംഭവിച്ചിരിക്കേണ്ടത്? ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പ്രഗ്നൻ്റാണ്. ഈ ദൈവ പദ്ധതിയുടെ രീതി അതാണ്. അതായത് നേരത്തെ സയൻറ്റിഫിക്കായി ടെസ്റ്റ് ചെയ്താണ് അവർ പ്രഗ്നൻ്റ് അല്ല. പക്ഷേ പിന്നെ സംഭവിച്ച കാര്യം എന്താണ്? അവർ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു എന്നേ ഉള്ളൂ. ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ സംഭവിക്കണത്, ചില ആൾക്കാർ വീട്ടിൽ ഇരുന്ന് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചാൽ മതി, അപ്പം തന്നെ ബ്ലെസ്സിങ്സ് വരാൻ തുടങ്ങും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സത്യസന്ധരാണെന്നും ഉടമ്പടി വൃത്തിമേനായിട്ട് ചെയ്യുമെന്നും നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ ആത്മാർത്ഥതയോടെ ഇത് നിറവേറ്റുമെന്നും നിങ്ങൾ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാൻ പറ്റും. അതുകൊണ്ട് അപ്പം തന്നെ അനുഗ്രഹം വരാൻ തുടങ്ങും. ചില ആൾക്കാർ ഉടമ്പടി എടുത്ത് 4 ഒന്ന് പുതുക്കിയാൽ പോലും ദൈവം തിരിഞ്ഞു നോക്കത്തില്ല. എന്താ കാര്യം? അവരെ ഉടമ്പടി എടുത്ത കാലത്ത് എന്ത് സ്വഭാവമായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും. എന്ത് സ്വഭാവമായിരുന്നു ഉടമ്പടി എടുക്കുന്ന കാലത്ത് അവർക്ക് ഒരു മാറ്റം അവർക്കില്ല. പിന്നെ ചെയ്തില്ല, പത്രം കൊടുത്ത് രോഗികളെ പോയി കണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ പെട്ടെന്ന് ഉത്തരം പറയും. പക്ഷേ എന്ത് അരൂപിയിലാണിത് ചെയ്തിരിക്കണത്? നിങ്ങൾ എന്ത് ചെയ്താലും ഈശോ ചോദിക്കും എന്ത് ചെയ്തു എന്നുള്ളതല്ല, എന്ത് അരൂപി ചെയ്തെന്നാണ് ചോദിക്കണേ. അതാണ് എൻ്റെ അത് പണി എല്ലാവരും മേടിക്കണേ ഇവിടെ വെച്ചാണ്. എന്ത് ചെയ്യുക എന്ന് നമുക്ക് എന്തും ചെയ്യാം, പക്ഷേ എന്ത് അരൂപി ചെയ്ത് ദൈവത്തിന് വേണ്ടിയാണോ ചെയ്തത്
അതോ മനുഷ്യൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് ചെയ്തത്? അതാണ് ചോദിക്കണത്. പല കാര്യങ്ങളും ചെയ്യണത്, ലോകത്തിലുള്ള ആൾക്കാർ ചെയ്യണത് മനുഷ്യൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യും. ചിലപ്പോൾ ഇലക്ഷനിൽ വോട്ടിന് ലക്ഷ്യമാക്കി ചെയ്യും. അങ്ങനെ ഓരോ വിഷയം ഉദ്ദേശിച്ച് ചെയ്യും. പക്ഷേ അരൂപി നമ്മൾ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭൗതിക ലാഭനഷ്ടങ്ങൾ അവിടെ റെഫറൻസ് വരുന്നില്ല. ഭൗതിക ലാഭനഷ്ടങ്ങൾ നമുക്ക് ചിലപ്പോൾ നഷ്ടം തന്നെയായിരിക്കും ഉണ്ടാകണത്. പക്ഷേ നമ്മൾ ചെയ്തിരിക്കുന്ന ദൈവ മഹത്വത്തിനും ദൈവത്തിൻ്റെ വചനം ഉള്ളത് കൊണ്ടും വചനം അനുസരിക്കുന്നത് കൊണ്ടും അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ആ ഫോർമാറ്റാണ് ഉപയോഗിക്കണം. എന്താണ്? നമ്മൾക്കല്ല കർത്താവേ അങ്ങയുടെ തിരുനാമത്തിന് ടേക്ക് ദ ബെഡ് ഓഫ് സങ്കീർത്തനം. ഞങ്ങൾക്കല്ല കർത്താവേ അങ്ങയുടെ തിരുനാമത്തിന് ടേക്ക് ദ ബെഡ് ഓഫ് ശ്രുതികട. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. 115-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. സങ്കീർത്തനം 115:1. ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല. പറഞ്ഞേ ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. മഹത്വം നമുക്ക് കിട്ടാതെ ദൈവനാമത്തിൽ കൊടുക്കുന്ന പ്രവൃത്തികളാണ് ദൈവാത്മാവിനാണ് നയിക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? നമ്മൾക്കാണ് അതിൻ്റെ മഹത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യാത്മാവിനാണ് നയിക്കപ്പെടുന്നത്. അപ്പം നമ്മൾ മനുഷ്യൻ്റെ മക്കളും സ്റ്റാറ്റസ് കോ ഇപ്പോഴുള്ള നിലവാരം നിൽക്കുകയുള്ളൂ. നമ്മുടെ നിലവാരം ഉയർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകണം. ദൈവത്തിൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം പറഞ്ഞ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവത്തിൻ്റെ അരൂപിയാണ് നമ്മളെ നയിക്കേണ്ടത്. ദൈവത്തിൻ്റെ അരൂപി എന്താണ്? സങ്കീർത്തനം 115:1. ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല. പിന്നെ എന്താണ്? അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉദ്ദേശം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വമാണെങ്കിൽ വി ആർ ലീഡിങ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വി ബിക്കം ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറും. ഉടമ്പടിയുടെ നിലവാരപ്പെടുത്തലിൻ്റെ ഇങ്ങനെയാണ് വരണത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്താലും ദൈവാത്മാവിനാൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നവർ ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരാണ്. ദൈവാത്മാവ് നയിക്കപ്പെടുന്നവർ റോമ 8:14 അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ ദൈവാത്മാവിനെ നയിക്കപ്പെടുകയും ദൈവത്തിൻ്റെ മക്കളാകുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ അർഹത എന്ന് പറയണത്. ബൈബിൾ എപ്പോഴും നമ്മുടെ അർഹതയെക്കുറിച്ച് പറയും. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 10:13. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ, അതാണ് സംഭവം, ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. ഈ ഉടമ്പടി ഭരിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ബേസിക് അർഹത വേണം. മനസ്സിലായില്ലേ? ബേസിക് അർഹത വേണം ഉടമ്പടി ഭരിക്കണമെങ്കിൽ. അർഹത എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ വചനങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും ഉള്ളൊരു തുറവി. ഈ തുറവി എന്തുമാത്രം ഗ്രഡേഷൻസ് ഉണ്ട്, അതനുസരിച്ചാണ് ഹാർവസ്റ്റിംഗ് റേഷ്യോ പോകുന്നത്. ഓരോരുത്തർ ഓരോ രീതിയിലാണ്. ചില സിമ്പിളായിട്ടുള്ള വചനങ്ങളൊക്കെ ചില ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. ഇത്തിരി കട്ടിയുള്ള വചനങ്ങൾ വരുമ്പോൾ അവർ നമ്മുടെ ഈ മണ്ണിൽ കൂടി പോണ വണ്ടി പോലെ പമ്മി നിൽക്കും. അതിന് ബൈബിൾ പറയണത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ 13:9 ശ്രുതികട. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 13:9 ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ നമ്മൾ ചെവിയുണ്ട്, എനിക്ക് ചെവി കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഞാൻ അങ്ങനെ ഒരു ചെവി കേൾക്കണ ഉപകരണം വെച്ച് നടക്കുകയല്ല. ജന്മന എനിക്ക് ചെവിയുള്ള ആളാണ്. ബൈബിൾ അംഗീകരിക്കുക. നിൻ്റെ ഈ ചെവി അംഗീകരിക്കത്തില്ല.
ബൈബിള് 13:9 പറഞ്ഞിരിക്കുന്ന കേൾക്കാൻ ചെവിയെന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങളെ അനുസരിക്കാനുള്ള കപ്പാസിറ്റിയാണ്, അർഹത. ഇതിന് അർഹത എന്ന് പറയുന്നത്. എൻ്റെ മക്കളെ, നിങ്ങളുടെ ഇപ്പം ചിലർ പറയില്ല, അതായത് ഇപ്പം ഞാൻ ചില ഈ ആൾക്കാരെ വരുന്ന ചില ക്യാൻസർ കല്യാണക്കാരോട് പറയും, മോനെ 27 മുതൽ 54 വരെ ദിവസങ്ങൾ ഓക്കെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാൻ പറയും. എന്താ കാര്യം? അതൊരു മെസ്സേജാണ്. അല്ലെങ്കിൽ അവർ പറയും ലിവറിന് കേടാണ്, വയറിൽ വെള്ളം കുത്തിയെടുക്കുകയാണ്, ഒരു ദിവസം 1 ലിറ്റർ കുത്തിയെടുക്കുമെന്ന് പറയുമ്പോൾ അപ്പോൾ അവരുടെ തലയിൽ പറയും സാക്ഷ്യം പറഞ്ഞോളൂ കേട്ടാന്ന് പറയും. എന്താ കാര്യം? ഒരു അഭിവാദനം മതി. ശരിക്കും പറഞ്ഞാൽ ഒരു അഭിവാദനം, നീ സൗഖ്യമാകട്ടെ എന്ന് പറയാം. ഈ വചനത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, വചനവും സാധാരണ ഈ പത്രവാർത്തയില്ലേ, വാർത്തകളിലൊക്കെ വരുന്ന വചനമില്ലേ, അതും നമ്മൾ പത്രവാർത്ത വായിക്കും, ബൈബിൾ വായിക്കും. ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ അറിയണം. ഒന്നാമത്തതിൽ പത്രവാർത്ത നമ്മൾ വായിച്ച് മാറ്റുന്നു, ആ വാർത്ത കഴിയുമ്പോൾ ആ വാർത്ത കഴിഞ്ഞു. അപ്പോൾ കഴിയുമ്പോൾ അത് പിന്നെ പാസ്റ്റ് ടെൻസായി മാറുമ്പോൾ അത് ചത്തുപോകും. ആ വാർത്ത ചത്തുപോകും, ആ ന്യൂസ് ചത്തുപോകും, പ്രസക്തമല്ലാതെ വരും. പക്ഷേ ദൈവവചനം അങ്ങനെയല്ല. ഇത് കാലം ചെല്ലുന്തോറും ഇത് പ്രസക്തി കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് കർത്താവ് 21:34 പറയണത്, ആകാശം മാറിയാലും പ്രൊട്ടക്ട് ദി വേർഡ് ഓഫ് ഗോഡ്, ഭൂമി മാറിയാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനത്തിന് അത് അതിൻ്റെ പ്രസക്തി ആയിരിക്കും എന്നാണ്. മറ്റെല്ലാ വാർത്തകളെല്ലാം ടൈം കഴിയുമ്പോൾ ചത്തുപോകും, ഇറലവൻ്റായി പോകുക. ചത്തുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ വാർത്ത ചത്തു കഴിഞ്ഞാൽ വാർത്ത പ്രസക്തമല്ല. ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കുറേ ആൾക്കാർ ജയിച്ചു, ഇപ്പം അത് വാർത്തയല്ല, ഇറ്റ് ഇസ് ഓവർ, ഇറ്റ് ഇസ് ഡെഡ് ആൻഡ് ഗോൺ, അപ്രസക്തമായിപ്പോയി. കാര്യം അവർ ഭരണത്തിലും കയറിയ ആൾക്കാർ, പരിവർഷത്തും കയറിയ ആൾക്കാർ, തീർന്നു, ചാപ്റ്റർ ഇസ് ക്ലോസ്ഡ്. പക്ഷേ ദൈവവചനം അങ്ങനെയല്ല. ദൈവവചനം എന്താ? ഓരോ വചനവും ഓരോരുത്തർക്കും ഓരോരോ ദൈവ മനസ്സ് കൈമാറിക്കൊണ്ട് അതിങ്ങനെ കാലത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് പ്രസക്തമായിക്കൊണ്ടേയിരിക്കും. അതാണ് ഈശോ പറയണത്. ആകാശം മാറാം, വെച്ചാൽ ടൈം ചേഞ്ച് ചെയ്യും, ഭൂമി മാറാം, സ്പേസ് പോകും, സ്പേസ് ആൻഡ് ടൈം ചേഞ്ച് ചെയ്യും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്കാ 21:33. ആകാശവും ഭൂമിയും കടന്നു പോകും. പറഞ്ഞേ, ആകാശവും ഭൂമിയും കടന്നു പോകും. എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. അപ്പം ഇത് റെലവൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് നിൽക്കും. 2000 കൊല്ലം കഴിഞ്ഞാലും ഈ വചനം അന്നത്തെ ജനതയ്ക്ക് പ്രസക്തമായിട്ട് നിൽക്കും. ആർക്കാണ്? ഏത് ജനതയ്ക്കാണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയും ദൈവത്തിനായി ഹൃദയം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറയ്ക്കാണ്, അല്ലാത്ത ആൾക്കാർക്കല്ല. കാര്യം അതിൻ്റെ ആ തലമുറയെ സംബന്ധിച്ചിടത്തോളം ദൈവം കമ്മ്യൂണിക്കബിളാണ് എപ്പോഴും. ശ്രുതികട്ടെ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ലിഷ എന്നും പറഞ്ഞ് ഒരു മോള് സാക്ഷ്യം പറഞ്ഞായിരുന്നു. ലിഷ ജംഗ്ഷൻ കവനൻ്റിലാണ് ആള്. കാര്യം കമ്മ്യൂണിക്കേഷനുണ്ട് ദൈവവുമായിട്ട്. ഇത് കവനത്തെ ഉടമ്പടിയിലാണ്, ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷനുണ്ട്, അതായത് സംഭാഷണമൊക്കെ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ 3 പ്രാവശ്യം ആസ്ട്രേലിയ പോകാൻ വേണ്ടി ലിഷ ഏജൻറ്റിൻ്റെ അടുത്ത് പൈസ കൊടുക്കും, ഏജൻറ്റിൻ്റെ അടുത്ത് അവളുടെ ബയോഡേറ്റ എല്ലാം കൊടുക്കും, മാർക്കിസ്റ്റൊക്കെ എല്ലാം കൊടുക്കും. 3 പ്രാവശ്യവും ആദ്യം കൊടുത്തു, അത് ക്യാൻസലായി. പിന്നെയും ലിഷ കൊടുക്കും, ക്യാൻസലാകും. 3ാമതും കൊടുത്ത്. അപ്പോൾ ഒരു കൊല്ലം മുഴുവനും, ഒരു കൊല്ലം കൊണ്ടാണ് 3 പ്രാവശ്യം ആസ്ട്രേലിയൻ വിസ കിട്ടാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി കൊടുക്കണത്. 3 പ്രാവശ്യം ആ ക്യാൻസലായിട്ട് വേസ്റ്റ്, ഒരു വർഷം വേസ്റ്റായി. വേസ്റ്റായി കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി. എന്താ വേസ്റ്റാകാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതായത് ഫണ്ട് വെക്കാൻ കാണിക്കാൻ പറയും. സെക്യൂരിറ്റി 6 മാസത്തെ സെക്യൂരിറ്റി ഫണ്ട് കാണിക്കാൻ പറയും. 6 മാസം നിങ്ങൾ 6 മാസത്തെ സ്വന്തം അക്കൗണ്ടിൽ പണം ഉള്ളത് കാണിക്കാൻ പറയും. അപ്പോൾ സ്വന്തം അക്കൗണ്ടിൽ പണമില്ല.
പണമില്ലാത്തതിന് അപ്പം പറയും നിങ്ങൾ അതിന് പകരം ലോൺ എടുക്കാൻ പറയും. പക്ഷേ ലിഷയ്ക്ക് ലോൺ എടുക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ആങ്ങളൊക്കെ ലോൺ എടുത്തിട്ടുണ്ട്. ആങ്ങള ഓസ്ട്രേലിയയിലാണ്, വീടും പറമ്പും അവന് വേണ്ടി പണയം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാങ്കുകാർ പറയും നിങ്ങൾ കടപ്പെടുത്തിയിരിക്കുകയാണ്, ആങ്ങളയ്ക്ക് വേണ്ടി കടപ്പെടുത്തിയാണ്, ആ കടങ്ങൾ നിൽക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റുകയെന്ന് പറയും. പിന്നെ വേറെ ഏജൻറ്റുമാർ പറയും അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ ശരിയാക്കി തരാൻ പറഞ്ഞ് ഇവർ വാങ്ങിച്ചുകൊണ്ട് പോകും. എന്തിനാണ് കാര്യം? അവർക്കറിയാം ഈ പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ കിഡ്നി വിറ്റെങ്കിലും പോകുമെന്നറിയാം. അതുകൊണ്ട് ഏജൻറ്റുമാരല്ല പിന്നെയും കാശ് വെക്കയുടെ കാര്യം പറയുമ്പോൾ ഏജൻറ്റുമാർ കാശ് കൊടുക്കാൻ സമയമായി, അതിൻ്റെ അത് അക്കൗണ്ടിൽ പൈസ കാണിക്കണമെന്ന് പറയുമ്പോൾ ലിഷ പൈസ ഒന്നും ഇല്ലെന്ന് പറയും. അപ്പം അങ്ങനെ പോകും. അങ്ങനെയാണ് 3 എണ്ണം പോയി. പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അവൾ പറഞ്ഞ് ഞാൻ ഇന്ത്യയിൽ തന്നെ നിന്നോളാം, ഉടമ്പടി എടുത്തിട്ട് പറയും ഞാൻ ഇന്ത്യയിൽ തന്നെ എനിക്ക് ജീവിക്കാനുള്ള മാർഗം കാണിച്ചു തന്നാൽ മതിയെന്ന് പറയും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായ കാരണം അവൾ ബൈബിൾ എടുത്തപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മൾ ബൈബിൾ എടുത്താലും അതിൻ്റെ അകത്ത് ഈശോ സ്റ്റാറ്റസ് പറയും. സ്റ്റാറ്റസ് എന്താ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ അവൾ സങ്കടപ്പെട്ടു. 3 പ്രാവശ്യം ഇങ്ങനെ ഫ്ലോപ്പായില്ലേ ആസ്ട്രേലിയ 3 പ്രാവശ്യം ഫ്ലോപ്പായി. ഇനി എന്താ ജീവിതമെന്ന് അറിയാൻ പാടില്ലാതെ കർത്താവ് എന്താണ് എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞിട്ട് വിശ്വപ്രമാണം ചെയ്തിരിക്കുന്നത് ഓപ്പൺ ചെയ്തപ്പോൾ പറഞ്ഞു നീ ഓടണ്ട, ചാടുകയും വേണ്ട, വെയിറ്റ് ചെയ്യാൻ പറയും. നീ തിരക്ക് ഈ ഓടുന്ന വണ്ടിയിടത്ത് കിടന്ന് ഓടുകയാണ്. നീ ഓരോ ഏജൻറ്റുമാർ പറഞ്ഞ കേട്ടിട്ടുണ്ട് ഓടണ്ട. അത് അപ്പോൾ അത് മാതാവ് ഈശോ അവളോട് സംസാരിച്ചു. അത് സംസാരിച്ചപ്പോൾ അവൾക്ക് ആന്തരിക അഭിഷേകം കിട്ടി. അപ്പോൾ ആ ഭയമെല്ലാം മാറി. എനിക്ക് ജീവിതമില്ല, ഇനി ഞാൻ തീർന്നല്ല. അപ്പം ചേട്ടായി പഠിക്കാൻ പോയത് കാരണമാണ് എനിക്ക് പിന്നെ പൈസ കൊടുക്കാൻ പറ്റാവുന്നത്, ഇനി എനിക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞ് അവൾ ഇരിക്കുന്ന സമയത്ത് കർത്താവ് അവളോട് സംസാരിച്ചു. അതാണ് ഈ ഉടമ്പടി കറക്റ്റാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ അരമണിക്കൂർ ബൈബിൾ വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം, ഇനി എങ്ങോട്ട് പോകണം, ദൈവത്തെക്കുറിച്ച് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് ചോദിച്ചാൽ പച്ചവെള്ളം പോലെ നീ ഉടമ്പടി സത്യസന്ധമാണെങ്കിൽ പറയും. അതായത് 52:12 നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷനും ഉടമ്പടി വരുമ്പോൾ സത്യസന്ധമായ ഉടമ്പടിയാണെങ്കിൽ പ്രസൻസ് ഉണ്ടാവും. പ്രസൻസ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. പ്രസൻസ് എന്ന് പറയുന്നത് എന്താണ്? സാന്നിധ്യം. കമ്മ്യൂണിക്കേഷൻ എന്താണ്? സംഭാഷണം. അപ്പോൾ സാന്നിധ്യവും സംഭാഷണവും ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട സംഭവമാണ്. അതായത് നിങ്ങൾക്കറിയാമല്ലോ ഈ സാന്നിധ്യവും സംഭാഷണവും കിട്ടണതിൽ ഇവിടെ ആൾക്കാർ പറയുന്ന സാക്ഷി നോക്കിക്കഴിഞ്ഞാൽ ഒരു 50-60% പേരും ചെറുപ്പക്കാരാണ്, പ്രായമുള്ളവരല്ല, ചെറുപ്പക്കാരാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറയുന്ന പ്രഭാഷണങ്ങൾ അവർ കൃത്യമായിട്ട് മാത്തമാറ്റിക്കലായിട്ട് ഈ സാധനം അക്സെപ്റ്റ് ചെയ്യും. കാര്യം ഇത് ഈ ഫോർമുലയിൽ വർക്ക് ചെയ്യണതാണല്ലോ, അത് നമ്മുടെ കരിസ്മാറ്റിക് ധ്യാനമോ മറ്റു ധ്യാനങ്ങളെ പോലെയുള്ള സംഭവമല്ല. ഉടമ്പടിയിൽ അതിൻ്റെ കറക്റ്റ് ഫോർമുലയും ഫോർമാറ്റും ഉണ്ട്. അത് കറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ എന്താ പറയണത്? ഇപ്പോൾ ഈശോ എന്താ പറയണത്? നീ വിഷമിക്കണ്ട, നിന്നെക്കുറിച്ച് എനിക്ക് പദ്ധതിയുണ്ട്. നീ എൻ്റെതല്ലാത്ത പദ്ധതി കൊണ്ട് താഴിയത് കൊണ്ടാണ് നിനക്ക് 1 കൊല്ലം പോയത്. അതിൻ്റെ പേര് നീ സങ്കടപ്പെടണ്ട, പരിഭ്രമിക്കണ്ട, ഓടണ്ട, നിൽക്ക് എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാം. അത് കേട്ടുകൂടി അവൾക്ക് സന്തോഷമായി. ദൈവവചനം നമ്മൾ കേട്ടാൽ നമ്മൾ ഓൺലൈൻ ഉടമ്പടിയിൽ ദൈവമായിട്ട് ഓൺലൈനാണെങ്കിൽ നമുക്ക് സന്തോഷം തോന്നും. അല്ലെങ്കിൽ ദൈവമായിട്ട് നിങ്ങൾക്ക് അടുപ്പമില്ല, ദൈവമായിട്ട് അടുപ്പമില്ലാത്തവൻ ബൈബിൾ വായിക്കാൻ പോകാതിരിക്കണം നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, അതാണ് പ്രശ്നം. ദൈവയുടെ അടുപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ബൈബിൾ മനസ്സിലാവും. കാര്യം ബൈബിള് ദൈവസ്നേഹത്തിൻ്റെ പുസ്തകമാണ്, കമ്മ്യൂണിക്കേഷനുള്ള പുസ്തകമാണ്. ബൈബിൾ ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനി അല്ലെന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾക്ക് ദൈവസ്നേഹമുണ്ട്, നിങ്ങളുടെ ഉടമ്പടി ഓക്കെ ആണെങ്കിൽ കമ്മ്യൂണിക്കബിൾ ആകും നിങ്ങൾ ദൈവമായിട്ട്. നിങ്ങൾ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്തൊട്ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സങ്കീർത്തനം 32
8. 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. ഞാൻ നിന്നെ ഉപദേശിക്കാം എന്ന് പറഞ്ഞേ, ഞാൻ നിന്നെ ഉപദേശിക്കാം, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഉപദേശം, കൗൺസിലിംഗ്. ഗോഡ് ഈസ് വണ്ടർഫുൾ കൗൺസിലിംഗ്. ദൈവം എപ്പോഴും നമ്മൾ വഴികളിൽ വചനത്തിലൂടെ, ദർശനത്തിലൂടെ, സ്വപ്നത്തിലൂടെ എല്ലാം നമുക്ക് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഏറ്റവും ടോപ്പ് ഉടമ്പടിയിലാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. ആൾക്കാരെ ദൈവം ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കും, നടക്കേണ്ട വഴി കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവൾ പറയും, ഈശോ എൻ്റെ മനസ്സിലൊരു വഴിയും കാണുന്നില്ല എന്ന് പറയും. ഉടനെ ഇവിടെ അപ്പ പറയും, എടി ഞാനും അമ്മയും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, നിന്നെ അമേരിക്ക വിടാം. അമേരിക്കനാ? ആസ്ട്രേലിയ പോകാൻ പാടുള്ളത് ഞാനാണ്, അമേരിക്ക പോകാൻ പാടുള്ളത്, നിങ്ങൾ എന്നാ പറയണമെന്ന് ചോദിച്ചു. അല്ല, ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നണം, നിന്നെ അമേരിക്ക പഠിക്കാൻ വിടാമെന്ന് വിചാരിക്കും. അപ്പനും അമ്മ ഇവൾക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പം ദൈവം ഇപ്പം എന്ത് ബാറ്റൺ അപ്പൻ്റെ അമ്മയെ കൈ കൊടുത്തിരിക്കുകയാണ്. അപ്പൻ്റെ ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം തരണ മുമ്പ് തന്നെ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ വളർത്താനും ഉയർത്താനും ഉള്ള കഴിവ് തന്നിട്ടുണ്ട് ദൈവം. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വെച്ചാൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. മക്കൾ ഉണ്ടാകണതും നല്ലതാണ്, മക്കളില്ലാത്തതും നല്ലതാണ്. മക്കളില്ലാത്തതെങ്കിൽ അതിൻ്റെ സങ്കടം വെച്ചുകൊണ്ട് ദൈവഹിതമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് പോകുമ്പോഴും നിങ്ങൾക്ക് നിത്യതയിൽ അത് കൃപയായിട്ട് മാറും. മക്കളുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഉള്ളതിൻ്റെ പേരിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവരെ വളർത്തിക്കൊണ്ടും നിങ്ങൾ വിശുദ്ധി പ്രാപിക്കുക. എൻ്റെ മക്കളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ആർ യു ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ഓർ നോട്ട്? ദൈവം അത്രയും നോക്കത്തുള്ളൂ. നിങ്ങൾ ദൈവരാജ്യത്തിലാണോ അല്ലയോ? നിങ്ങൾ ദൈവരാജ്യത്തിലാണെങ്കിൽ ഈ ലോകത്തിൻ്റെ ആൾക്കാർക്ക്, പല ആൾക്കാർക്ക് ഉള്ള പല സംഭവങ്ങളും നിങ്ങൾക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ദൈവപൈതലെന്ന രീതിയിലുള്ള നിങ്ങളുടെ ആന്തരിക സന്തോഷത്തെ ആരും എടുത്ത് കളയത്തില്ല. ഈശോ പറഞ്ഞിട്ടുണ്ട്, അന്നാളുകളിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങൾ ഇന്ന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 16:22. അതുപോലെ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. ഈശോയുടെ വാഗ്ദാനങ്ങൾ ഒന്നാണ് എടുത്തു കളയാത്ത സന്തോഷം. എടുത്തു കളയാത്ത സന്തോഷം ആർക്കും എടുത്തു കളയാൻ പറ്റുന്ന സന്തോഷം, ആന്തരികമായ സന്തോഷമാണ്. ഈ സന്തോഷമാണ് നമ്മൾ നേരത്തെ കണ്ടത്. മത്തായിയുടെ സുവിശേഷം നമ്മൾ കണ്ടില്ലേ, 13:44. അതും ഇപ്പം യോഹന്നാൻ 16:22 ലിങ്ക് ചെയ്യേണ്ടതാണ്. എടുത്തു കളയാനാവാത്ത സന്തോഷം എന്നുവെച്ചാൽ, എടുത്തു കളയാൽ മരണത്തിനോ ജീവനോ അതുപോലെ തന്നെ ഈ ലോകത്തുള്ള അവസ്ഥകൾക്കോ രോഗങ്ങൾക്കോ പീഡനങ്ങൾക്കോ എടുത്തു കളയാൻ പറ്റുന്ന സന്തോഷമാണ് ആന്തരിക സന്തോഷം ഈശോ നൽകണത്. അപ്പോൾ നിങ്ങളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ഈ അഭിഷേക സന്തോഷത്തിന് വേണ്ടി എപ്പോഴും ഒരു ആധ്യാത്മികതയിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ആന്തരിക അഭിഷേക സന്തോഷം. അതിനാണ് ഈ ഇഷ്യൂസൊക്കെ എല്ലാം ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴും ഇതിൻ്റെ പിന്നിൽ ദൈവം തരാനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ ചോദിക്കണത്. ഭൗതികമായ വിഷയമായിരിക്കാം, പക്ഷേ ഈ ഭൗതികമായ വിഷയം എത്തിച്ചേരണതിനുള്ളിൽ ദൈവം നിങ്ങളെ ആന്തരികമായ സന്തോഷത്തിൽ ഉറപ്പിച്ച് നിർത്തും. അങ്ങനെയാണ് മനുഷ്യാത്മാവ് കൃപയിൽ വളരണതും മഹത്വം പ്രാപിക്കണതും. നമ്മൾ ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവത്തെ സമീപിക്കത്തുള്ളൂ, ദൈവത്തിന് അറിയാം. ആ ഒരു ലൂപ്പുകൾ ഉപയോഗിച്ച്, പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവം നിത്യജീവിതത്തിന് വേണ്ടി നമ്മുടെ ആത്മാവിനെ കൃപയിൽ ഒരുക്കണത്. കൈയടിച്ച് കർത്താവേ ഇപ്പം ഈ നീ ഓടണ്ട, ധൃതിക്ക് ഓടണ്ട, നീ വ്യഗ്രത കാണിക്കേണ്ടതെന്ന് അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ഇവൾ ഓക്കെ ആയി. അപ്പോൾ ഓക്കെ ആയപ്പോൾ കർത്താവിനോട് പറഞ്ഞത്, എനിക്ക് നാട്ടിലെവിടെയെങ്കിലും ജോലി കിട്ടിയാൽ മതി, പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ വിദേശത്ത് തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ആന്തരികമായിട്ട് അവൾ കണ്ടൻറ്റഡായി ശരിക്കും. പക്ഷെ കണ്ടൻറ്റഡ് ആയെങ്കിലും കർത്താവ് അവൾക്ക് അതിനേക്കാൾ വലിയ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് ഈ ആസ്ട്രേലിയ എല്ലാം പോയി കളഞ്ഞത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉന്നതയും ഉയർച്ചയുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ല നമ്മുടെ തകർച്ചയല്ല. അപ്പോൾ അവൾ പിന്നെ അപ്പനിലൂടെയാണത് വർക്കൗട്ട് ചെയ്ത് പറഞ്ഞത്. അപ്പം പറയും, മോളെ
ഞാനും അമ്മയും കൂടി നിന്നെ അമേരിക്ക വിടാൻ തീരുമാനിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് പാസ്സാവും. ആസ്ട്രേലിയ തന്നെ എനിക്ക് കുറിച്ച് പറഞ്ഞായിരുന്നു പരീക്ഷ, അമേരിക്ക പരീക്ഷ എങ്ങനെ പാസ്സാകുന്നത്? ഇല്ല, അതൊക്കെ നമുക്ക് ഉടമ്പടി നീ എടുത്തിട്ടില്ലേ, ബാക്കി അമ്മ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അമേരിക്കൻ വിസ ട്രൈ ചെയ്ത്, അത് കിട്ടാൻ വലിയ പാടാണല്ലോ. പക്ഷെ അത് കിട്ടാൻ പാടായപ്പോൾ പാടാകുന്ന മനസ്സിലാക്കിയിട്ട് ഇവൾ അമ്മയോട് പറയും, മാതാവിനോട്, പരിശുദ്ധ അമ്മയോട് പറയും, അമ്മേ എനിക്ക് ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ, എനിക്കിതൊന്നും പറ്റത്തില്ല, എനിക്ക് അവരുടെ ഇൻ്റർവ്യൂ ഒന്നും പറ്റത്തില്ല. എനിക്ക് ആസ്ട്രേലിയയിൽ തന്നെ പോയിട്ട് ഞാൻ ഭയങ്കര വെള്ളം കുടിച്ച്, അപ്പോൾ ഇവരുടെ ഈ അമേരിക്കൻസിൻ്റെ ഇൻ്റർവ്യൂ ടഫാണ്, അപ്പോൾ അതെനിക്ക് പറ്റത്തില്ല. പക്ഷേ ഞാൻ കുറേ സാക്ഷ്യം കേട്ടിട്ടുണ്ട് അമ്മേ നീ ചെയ്തത്, നീ ഇൻ്റർവ്യൂവിനൊക്കെ വരുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ വല്ലതും ചെയ്താൽ മാത്രമേ എനിക്കതിൻ്റെ അകത്ത് ഹോപ്പുള്ളെന്ന് പറയും. മാതാവിനോട് സംസാരിക്കുന്ന രീതി കണ്ടില്ലേ, എന്ത് രസമാണ് സംസാരിക്കണൊക്കെ. അതായത് ഞാൻ കുറേ സാക്ഷ്യം കേട്ടിട്ടുണ്ട് അമ്മേ, ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നീ അവിടെ വരുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ വല്ല പരിപാടിയൊക്കെ നടന്നാൽ മാത്രമേ എനിക്കിതിനകത്ത് ഹോപ്പുള്ളെന്ന് പറയും. എന്നിട്ട് ഇവളും ഈ പ്ലേസ് ഫയൽ മാതാവിനെ ഏൽപ്പിക്കും. അമേരിക്കൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പിറ്റേ ദിവസം ഇൻ്റർവ്യൂ വരണ സമയത്ത് ഇതൊക്കെ പെട്ടെന്ന് ഇനി സ്പീഡപ്പാണ്. ആസ്ട്രേലിയക്ക് ഉള്ള അത്രയും പ്രശ്നങ്ങൾ പോലും അമേരിക്കയ്ക്ക് പോക്ക് വരുന്നില്ല. അത് ഫെദർ ടച്ച് പവർ സ്റ്റിയറിങ്ങിൽ പോവുകയാണ്, ഇടിപെട്ട് പോക്കാണ് പോകുന്നത്. ഇവളുടെ കയ്യിൽ നിന്നും വിട്ടു പോയിക്കുകയാണ്, എല്ലാം സ്പീഡായിട്ട് അടക്കുകയാണ്. അതായത് ദൈവഹിതമാണ്, ടകടാന്ന് ഈ സംഭവം നടക്കുകയും. അപ്പോൾ ഉടനെ അവസാനം ഇൻ്റർവ്യൂവിന് കോൾ ഫോറായി. എല്ലാവർക്കും ഹൈദരാബാദ് കിട്ടി, അവരൊക്കെ എല്ലാം വിസ നിഷേധിച്ച്. അപ്പോൾ ഇവർക്ക് കിട്ടിയ ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഹൈദരാബാദിലെ വിസ നിഷേധിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ഹൈദരാബാദിൽ കിട്ടുന്നില്ല, ഇനിയിപ്പോൾ ന്യൂഡൽഹി പണ്ടേ പോവുകയാണ്. അപ്പോഴാണ് ഇവിടെ പറയണത്, അമ്മേ ഞാൻ ന്യൂഡൽഹിയിലോട്ട് പോവുകയാണ്, അപ്പം അമ്മ അവിടെ വന്നാൽ മാത്രമേ ഇതിനകത്ത് എനിക്ക് ഹോപ്പുള്ളൂ. ഉടനെ ഇവിടെ ന്യൂഡൽഹി ചെല്ലും. വിസൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അവിടെ മാതാവിനെ പോലെ ഒരു ചേച്ചി അവിടെ ഇരിക്കും. ഇവളെ കണ്ടപ്പോൾ തന്നെ ചിരിക്കാൻ തുടങ്ങി. ഇവളെ കണ്ടപ്പോൾ തന്നെ മാതാമ്മയ്ക്ക് ഇഷ്ടമായി. മാതാമ്മ എന്തിനും അപ്പനെക്കുറിച്ച് അമ്മയെക്കുറിച്ചും ഇവളുടെ ലൈഫിനെക്കുറിച്ചൊക്കെ ചുമ്മാ കാഷ്വലായിട്ട് ചുമ്മാ കളി വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറയും, യുവർ വിസ ഈസ് സാങ്ഷൻഡ് എന്ന് പറയും. ഞാനും ഈ വിസ ഇൻ്റർവ്യൂ പലയിടത്ത് പോയിട്ടുള്ളതാണ്. എന്ത് തലവേദന പിടിച്ച പരിപാടി ഏതാണെന്നറിയാമോ? ഒരു ദിവസം മുഴുവൻ പരിപാടികളത്. അപ്പോൾ ഇത് പെട്ടെന്ന്, അതായത് ദൈവം അപ്പോൾ അമ്മ തന്നെ അവിടെ വന്നു. അവൾ പറഞ്ഞു ശരിയാണ്, കമ്മ്യൂണിക്കേഷൻ്റെ രീതി അതാണ്. അമ്മ തന്നെ ഓൺ ദി സ്പോട്ടിൽ വന്നിട്ട് ഒരു ചോദ്യം പോലും ചോദിക്കാൻ അനുവദിക്കാതെ ആ വിഷയം സെറ്റായി കൊടുക്കും. ഇതിന് ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറയും. ഉടമ്പടിയിലുള്ളൊരു പ്രതിഭാസമാണ് ഭാരച്ചുരുക്കം. ഭയങ്കര ഭാരമാണ്, ഞാനിതെങ്ങനെ ചെയ്യും എന്ന് വിചാരിക്കുന്ന സംഭവങ്ങളെ ചുമ്മാ ഫെദർ ടച്ച് പവർ സ്റ്റിയറിംഗ് പോലെ തെർമോക്കോൾ വെയിറ്റിലേക്ക് സാകുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ആന്തരിക അഭിഷേകത്താലെ ഉടമ്പടി കൽപ്പിച്ചു നൽകുന്ന ഭാരച്ചുരുക്കത്തിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തണമേ. ശ്രദ്ധിക്കട്ടെ, അതായത് നമ്മൾ ടൈം ഷോർട്ടനിങ് ഉണ്ട്. ഇതിനകത്ത് ടൈം ഷോർട്ടനിങ് ഉണ്ട്. പറയുന്നത് ആസ്ട്രേലിയ 3 കൊല്ലം 3 പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്യാവുന്ന കാര്യമാണ് അമേരിക്കയിൽ വിത്തിൻ നോ ടൈം പെട്ടെന്ന് സെറ്റാകണത്. അതാണ് ടൈം ഷോർട്ടനിങ്ങും. ഇനി ഇതിനകത്തൊരു നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഉടമ്പടിയിലെ ഒരു പ്രിൻസിപ്പിളാണ് നോട്ട് ബൈ മെറിറ്റ്. കാര്യം ഈ വിസേൻ്റെ സമയത്ത് വീണ്ടും ബാങ്കുകാർ പറഞ്ഞു നിങ്ങളെ ഗ്യാരണ്ടർ വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ലോണിന് വേണ്ടി പറമ്പ് തരണമെന്ന് പറഞ്ഞു. ഇവിടെ പറമ്പുമില്ല, അപ്പോൾ ഇവർക്ക് സങ്കടമായി. ഇപ്പോൾ പഴയ അവസ്ഥയായി. ആസ്ട്രേലിയയിൽ ഇങ്ങനെയാണ് സംഭവം പോണത്. കാശ് വെക്കാൻ പറയുമ്പോൾ കാശുണ്ടാകത്തില്ല, പിന്നെ എന്ത് പറമ്പും ഉണ്ടാകത്തില്ല, പിന്നെ ക്യാൻസലാവും. വീണ്ടും ആ വിഷയത്തിൽ ചെന്ന്. പക്ഷേ ഇത് മാതാവ് നേരിട്ട് ഫയൽ എടുത്തിരിക്കുന്നതാണ്. അമ്മ ഇങ്ങനെ സമയമായില്ലെന്ന് പറഞ്ഞിട്ട് സമയമാക്കിയതുപോലെ പച്ചമഷിക്ക് ഒപ്പിട്ടിരിക്കുന്നതാണ്. ഈ സാധനം ഇങ്ങനെ ഗ്രീൻ ചാനലിൻ്റെ കൂടെ പോകും. കാര്യം ഇവൾക്ക് വിസ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അങ്കിൾ പറയും, എടി ഇതൊന്നും പ്രശ്നമൊന്നുമില്ല, ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, അല്ലെങ്കിൽ പണി ചെയ്യും, ഞാൻ തന്നെ 5 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം, നീ അത് ബാങ്കിൽ വെച്ചിട്ട് പൈസ എടുക്കാൻ പറഞ്ഞു. അങ്കിള് ബാങ്കിൽ പൈസ എടുക്കാൻ വേണ്ടി 5 സെൻറ്റ് സ്ഥലം ഇവക്ക് വെറുതെ കൊടുക്കും. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഒരു സംഭവം ഈ
പണമില്ലാത്തത് കൊണ്ടാണ് ഇത്രയും നാളെല്ലാം തകർന്നത്. അതാണ് മെറിറ്റില്ല അതുകൊണ്ട്. അപ്പോൾ നോട്ട് ബൈ മെറിറ്റ്, പിന്നെ ഉള്ളത് ബട്ട് ബൈ ഗ്രേസാണ്. ഗ്രേസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സഹായം ദൈവം, നമ്മൾ ചിന്തിക്കത്തില്ല, ആലോചിക്കത്തില്ല. എവിടുന്ന് സഹായം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ പറഞ്ഞ ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്താണ്? ആകാശം ഭൂമി സൃഷ്ടിച്ച കർത്താവിൽ നിന്നാണ് എൻ്റെ സഹായം. ടേക്ക് ദി ബ്രെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ അനുവിജയൻ്റെ കാര്യം കൂടി എടുത്തിട്ട് നമുക്ക് ധ്യാനം രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. അനുവിജയൻ നമ്മുടെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞായിരുന്നല്ലോ. അനുവിജയൻ്റെ ജീവിതത്തിൽ അവൾ പറയണത്, എനിക്ക് ഇനി കല്യാണം കഴിച്ചതാണ്, ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ഞാൻ കാണുന്നില്ല, എനിക്ക് ആകപ്പാടെ ഉള്ളത് ഈ ലിസ്റ്റാണ്, PSCയുടെ ഈ ലിസ്റ്റാണ്. ഈ ലിസ്റ്റിൽ നിന്ന് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല. പക്ഷേ എനിക്കത് വേണ്ടി പറയാനോ, ഇനി അത് കൈവിട്ടുപോയ പരീക്ഷയാണ്. അപ്പോൾ കൈവിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടാണ് റാങ്ക് ലിസ്റ്റും കട്ട് ഓഫും വരുന്നതിന് മുമ്പാണ് ഇവള് പറഞ്ഞത്, മാതാവിനോട് പറഞ്ഞ, അമ്മേ ഞാൻ പരീക്ഷ എഴുതിപ്പോയി, എനിക്ക് ആ പരീക്ഷ എഴുതിയ കാലത്ത് നിന്നെ അറിയത്തില്ലായിരുന്നു. സത്യമായിട്ട് ഉള്ളതുപോലെ അവൾ പറയും, പരീക്ഷ എഴുതിയ കാലത്ത് നിന്നെ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, ഇപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കണത്. അതുകൊണ്ട് ഈ ഉടമ്പടി ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് എടുത്തതായിട്ട് നീ കണക്കാക്കണം. അതായത് ടൈം ഷോർട്ടിങ് എന്ന് പറയുന്ന സംഭവം, അതായത് ആൾക്കാർക്ക് ദൈവത്തോട് സംസാരിക്കുന്ന രീതി കണ്ടില്ലേ, എന്ത് അധികാരമായിട്ടാണ്, എന്ത് ദൈവസ്നേഹത്തോട് സംസാരിക്കുന്നത്. അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ അവസ്ഥ ഞാൻ പെട്ടിരിക്കുകയാണ്. അതായത് എനിക്കറിയത്തില്ലായിരുന്നു നീ ഉള്ള കാര്യവും നീ ഉടമ്പടിയിലൂടെ എല്ലാവരും സഹായിക്കുന്ന കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ആക്കുമ്പോൾ ഞാൻ PSC പരീക്ഷ എഴുതിയത്. ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തു. അപ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? ഇനി ഈ ഉടമ്പടി ഞാൻ പണ്ടെടുത്തതായിട്ട് നീ കണക്കിലെടുക്കണം. ഈ ആൾക്കാർ സംസാരിക്കുന്ന രീതി കണ്ടില്ലേ. അമ്മ അതുപോലെ തന്നെ ഇവൾ പണ്ടെടുത്തതായിട്ട് കണക്കാക്കി. പിറ്റേ ദിവസം കട്ട് ഓഫ് മാർക്ക് വന്നു, 16 കട്ട് ഓഫ് മാർക്ക് വന്നു. കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ട് ജന്മത്തിൽ 16 കട്ട് ഓഫ് മാർക്ക് വരുന്നത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവൾ അപ്പോയിൻറ്റഡായി. അതായത് ദൈവത്തിൻ്റെ കൂടെ ഇതുപോലെ മനുഷ്യന്മാർ വീട്ടിലുള്ളൊരു അംഗത്തെ പോലെ ദൈവസ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ട്, സത്യസന്ധമായ ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട്, സത്യസന്ധമായി ഈ ഉടമ്പടിയുടെ ഭാഗമായി ജീവിതം മുന്നേറുന്ന കാഴ്ച ഓരോ ദിവസവും കൃപാസനത്തിലെ ദൈവം എല്ലാവർക്കും വേണ്ടി കാണിക്കുന്ന സാക്ഷ്യത്തിൻ്റെ കാണിക്കലാണ്. നിങ്ങളെ സാക്ഷ്യങ്ങൾ എപ്പോഴും വായിച്ചു നോക്കണം. ഓരോരുത്തർ സാക്ഷ്യം നമുക്കറിയാം. ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞ ഒരു ജീവിതമാണ്. ഞാൻ ഉടമ്പടി പത്രം കൈ കിട്ടുമ്പോഴേ ഞാൻ ഓർക്കും, ദൈവമേ ഇതൊരു ജീവിതമാണല്ലോ. ഉടമ്പടി പത്രം കൈ കിട്ടുമ്പോൾ ഇവിടെ ആൾക്കാർ കൊണ്ടും തരത്തില്ലേ. അപ്പം ഞാൻ ഉടനെ ഓർക്കും, ദൈവമേ ഇതൊരു ജീവിതമാണ്. ഞാൻ മാതാവിനോട് പറയും, ഇതൊരു ജീവിതമാണ്. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം 100,000 പേരുണ്ടെങ്കിലും ഞാൻ ഓരോരുത്തരെയുമാണ് മാതാവിന് വെക്കണത്. അതുകൊണ്ട് അമ്മേ ഇതൊരു ജീവിതമാണേ, ഇത് രക്ഷപ്പെട്ട ആ കുടുംബത്തിലുള്ള ഒത്തിരി പേര് ആശ്വാസം പ്രാപിക്കും. അപ്പോൾ നമ്മളുടെ ഓരോ ജീവിതത്തിനും ആ ജീവിതങ്ങളിലൂടെ രക്ഷപ്പെടാതിരിക്കുന്ന മറ്റുള്ള അനേകം വീട്ടിലുള്ളവർ ആശ്വാസം പ്രാപിച്ചിരിക്കാതിരിക്കുന്നവർ എല്ലാവരെയും ഉടമ്പടി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എൻ്റെ മക്കളോട് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് പറയാൻ കാര്യം, നിങ്ങൾ പോഴംകളിക്കാർ കുറച്ചുകൂടി സീരിയസ് ആകാൻ വേണ്ടിയാണ്. കാര്യം ദൈവസ്നേഹം നിറഞ്ഞ് പരിശുദ്ധ പ്രവർത്തനമായാലും കർത്താവിനെ ചില പറയും ഇന്നലെ ഒരു സഹോദരി അയച്ചപ്പോഴാണ്, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ സത്യമായിട്ടും ഉടമ്പടിക്കാശീർവദിച്ച് നെഞ്ചത്തുണ്ടാകുമെന്ന്. അങ്ങനെയൊക്കെ ഈ ആൾക്കാർ പറയണമെങ്കിൽ എന്ത് ദൈവസ്നേഹം അനുഭവിച്ച് കാണവരെ, എന്ത് ദൈവസ്നേഹം അനുഭവിച്ച് കാണവരെ. അപ്പോൾ ഇത് ദൈവസ്നേഹത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പരീക്ഷിക്കാൻ നിൽക്കരുത്. പല ആൾക്കാർക്കും ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ ഉലക്ക പുഴുങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അവളൊക്കെ ഉലക്കൊക്കെ നടുവായിട്ടിരിക്കുന്ന ദൈവം. എന്നാൽ ദൈവത്തെ പരീക്ഷിക്കാൻ വിചാരിച്ചിറങ്ങിയിരിക്കുകയാണ്. ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ പിന്നെ അടുത്ത പരിപാടി എൻ്റെ കലാപരിപാടി. നിൻ്റെ കലാപരിപാടി കാണിച്ചിട്ട് ദൈവത്തിന് എന്താ? നീ എന്ത് കാണിച്ചിട്ട് എന്ത് കാര്യം? ദൈവത്തിന് വല്ല കാര്യമുണ്ടോ? ദൈവത്തിന് വല്ല പ്രയോജനമുണ്ടോ?
അപ്പോൾ മര്യാദയ്ക്ക് നീ മുട്ട് വഴങ്ങിയിട്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ നോക്കണം. അപ്പം നിൻ്റെ സത്യസന്ധത മനസ്സിലാക്കിയിട്ട് ദൈവം നിന്നെ സഹായിച്ചോളൂ. അല്ലാതെ ദൈവത്തിൽ നിന്ന് ഉടമ്പടിക്ക് ഞാൻ അടയാളം കാണട്ടെ, എൻ്റെ വേദന ഒന്ന് കുറയാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഉടുത്ത് കെട്ടി ഒരുങ്ങി ഉടമ്പടിയുടെ ഓരോ കാര്യം ചെയ്യാം. നെവർ, ഇത് വർക്ക് ചെയ്യത്തില്ല. ദൈവത്തെ പരീക്ഷിക്കാൻ വന്ന മറ്റൊരു പിശാചായിട്ട് ദൈവം നിന്നെ കാണത്തുള്ളൂ. എന്തിനാണ് ഉടമ്പടി എടുത്ത് പണി മേടിക്കണത്? അപ്പോൾ മര്യാദക്ക് പഴയ മനുഷ്യൻ ഉരിഞ്ഞു നിൽക്കണം. ചുമ്മാ ഉരിഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ ചെയ്തികളോടുകൂടി. ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. കൊളോസ്യൻസ് 3:9 പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോട് കൂടെ നിഷ്കാസനം ചെയ്യുവിൻ. അടുത്ത വചനം എന്താ? സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. അപ്പോൾ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് എന്ന് പറയുമ്പോൾ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയാണ്. അപ്പോൾ ഈശോ ആണ് വ്യാഖ്യാനങ്ങളുള്ളത്. പക്ഷേ സൃഷ്ടാവ് ഈശോ സൃഷ്ടിയല്ലല്ലോ. അപ്പം സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ പിന്നെ സൃഷ്ടിയായിട്ടുള്ള ആൾ അമ്മ മാത്രമാണ്. അമ്മയെക്കുറിച്ച് സെൻറ്റ് പോളിന് അറിയാൻ പാടില്ലാത്ത കൊണ്ട് റെഫർ ചെയ്തില്ലെന്നേ ഉള്ളൂ. സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ അത് അമ്മയാണ്. അമ്മയുടെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടണം. അമ്മയുടെ സ്നേഹം, ദൈവസ്നേഹം, അമ്മയുടെ ദൈവവിശ്വാസം, അമ്മയുടെ ശുശ്രൂഷ മനോഭാവം, അമ്മയാണ് ഈശോനെ സ്വീകരിച്ചത്, അമ്മയാണ് ഈശോനെ വളർത്തിയത്, അമ്മയാണ് ഈശോനെ ലോകത്തിന് കൊടുത്തത്, അമ്മയാണ് രക്ഷകർത്തം പൂർത്തിയാക്കാൻ വേണ്ടി കുരിശിന് ചുവട്ടിൽ നിന്ന് അപ്പയുടെ ജോലി പൂർത്തിയാക്കിയത്. എല്ലാം അമ്മയാണ്. അപ്പം നിൻ്റെ അമ്മയെ സ്വീകരിച്ചുകൊണ്ട്, അമ്മയുടെ ആധ്യാത്മികത സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വളരാൻ വേണ്ടി ഉടമ്പടി നിന്നെ സഹായിക്കും. ആ രീതിയിലാണ് നീ ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം 6:33 അനുസരിച്ച് കൊണ്ട് ചേർത്ത് നൽകും. നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. ബാക്കിയുള്ളതെല്ലാം മത്തായി 6:33 ചേർത്ത് നൽകും. ഉടമ്പടിയിലുള്ള എല്ലാ നിയോഗങ്ങളും ചേർത്ത് നൽകപ്പെടുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിബന്ധന എന്താണ്? സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുക എന്നുള്ളത്. ശ്രുതിയുടെ ഹല്ലേലൂയ. മക്കളെ, രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. ഒരു കൈ നെഞ്ചത്തും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ ശിരസിലും വെക്കുക. ഈ നിമിഷം ഞാൻ സുഖപ്പെടും. കർത്താവ് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോ എന്നെ സുഖപ്പെടുത്തും. ഇന്ന് ഓൺലൈനിലുള്ളവരും മനസ്സിൽ വിചാരിക്കുക, രക്തസ്രാവക്കാരി രോഗി അവൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ താൻ സുഖപ്പെടുമെന്ന് ഉള്ളിൽ വിചാരിച്ചിരുന്നു. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ അടിസ്ഥാന യോഗ്യത ഉള്ളിൽ വിചാരിപ്പാൻ. ഞാനിപ്പോൾ സുഖപ്പെടും എന്ന് ഉള്ളിൽ വിചാരിക്കണം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ശ്രുതികടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത, കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന് വലതുകരം ആണിപ്പെടുതാർന്ന് അത്ഭുതകരം അടിപ്പിടർ പോലെ വൈദാക്കാലം പോലെ ദൈവിക ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ പ്രസരിക്കട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ മക്കളെ, കൈകളെടുക്കുക. കർത്താവിൻ്റെ ആലയത്തിൽ സന്തോഷത്തിൽ നിൽക്കുക. എൻ്റെ പ്രിയ മകനെ, പ്രിയ മകളെ, കർത്താവ് ആണ് നിന്നെ കൊണ്ടുവന്ന് നീ ഓർക്കണം. ഈ അൾത്താരയിലിൻ്റെ വാതിക്കൽ നീ നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ആശ്വാസം പ്രാപിച്ച ദൈവം
അവരെ നേരിട്ട് സ്പർശിച്ച സ്ഥലത്താണ് ദൈവം നിന്നെയും കൊണ്ടുവന്നിരിക്കുന്നത്. നിൻ്റെ ജോലി, വീട്, വിവാഹം, വഴി, വെള്ളം, വെളിച്ചം, നിൻ്റെ വിസ, നിൻ്റെ നാട്ടിലെ ജോലി, സാമ്പത്തിക തടസ്സങ്ങൾ, ജപ്തി നടപടികൾ, ശരീര അസുഖങ്ങൾ, സ്ഥലം വിൽക്കാനുള്ളവർ, അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും നിന്റെ യാത്രകൾ, ഈ ആഴ്ചയിലുള്ള, ഈ മാസത്തിലുള്ള യാത്രകൾ, വന്ന തടസ്സങ്ങൾ, നിൻ്റെ കേസുകൾ, കോടതി കേസുകൾ, നിന്റെ തകർന്ന കുടുംബങ്ങൾ, മക്കളില്ലാത്ത അവസ്ഥകൾ എല്ലാം കർത്താവിന് തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിന്നെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവേ വന്ന് സാക്ഷ്യം പറയാൻ, നാമത്തെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധ അമ്മേ എന്നെ സഹായിക്കണമേ. ശ്രുതികട്ടെ തിരുവിനുതമായ നാമത്തെ സ്വന്തം ചെയ്ത് കർത്താവേ, കർത്താവേ നിന്നെ വിശുദ്ധമായ രക്തം തളിക്കണമേ. കർത്താവേ, 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥതയാൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, ജീവിത സങ്കടങ്ങളുടെ കാരണങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ആരാധനയിലൂടെ ജീവിത ദുരിതങ്ങളെയും തടസ്സങ്ങളെയും നീ ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടേ നിൽക്കുക, കൈകൾ കൂപ്പി കർത്താവിനെ നോക്കി മുട്ടേ നിൽക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തെ പ്രതി ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് നിന്നെ സ്വന്തമാക്കുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജീവിത വിഷയങ്ങളെക്കാളും ഉപരി ഈശോയെ, നിന്റെ തിരുമനസ് എല്ലായ്പ്പോഴും നിറവേറുവാൻ, അങ്ങനെ എപ്പോഴും നിന്റെ നാമത്തെ മാത്രം മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊളോസ്യൻസ് 3:9 തിരുവചനം അനുസരിച്ച് ഞങ്ങളിലുള്ള പഴയ തിന്മകളെ, പഴയ വ്യക്തിയെ പൂർണ്ണമായി നിഷ്കാസനം ചെയ്തുകൊണ്ട്
സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കൊത്തവിധം ദൈവമാതാവിൽ തിളങ്ങി വിളങ്ങിയ ഓരോ ദൈവിക പുണ്യങ്ങളും അനുദിനം അഭ്യസിക്കുവാൻ ഈ മരിയൻ ഉടമ്പടി ആരാധന വഴിയായി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആമേൻ.